ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ അങ്ങനെയൊക്കെയായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വളരെ കോമൺ ആണ്. ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഞാൻ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഒരു ഹോപ്പില്ല, എനിക്ക് ഡാൻസ് കാണുന്ന ഇഷ്ടമല്ല, ഐ എം എ ഡാൻസർ ബട്ട് ഐ കനോട്ട് ഡാൻസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു മൈ സ്കൂൾ, ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ സ്റ്റുഡൻസ്, എനിക്ക് എൻ്റെ ലൈഫ് പോയി തീർന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒരാളെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡിപ്രസ് ആയിട്ടുള്ള ആള് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ കരഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. അവർ പുറമേ സന്തോഷത്തോടെയും നോർമലായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഡോർ അടച്ച് റൂമിനകത്ത് കയറുന്ന നിമിഷം തൊട്ടാണ് അവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിട്രയൽ ഈസ് വേഴ്സ് ദാൻ ഡെത്ത് എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെത്തിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഒരാൾ മരിച്ചു പോയി, നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഒരു ബിട്രയൽ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുക, അങ്ങോട്ട് മറക്കുക, ഇതങ്ങോട്ട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചിന്തിച്ച് തന്നെ വേഴ്സ് ആക്കുവാണ്. പോട്ടെ സാരമില്ല, എന്ത് പോട്ടെ സാരമില്ല. ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന ഒരാളോട് പറയാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകളാണ്, വളരെ ക്രൂവലാണ്. മനസ്സിലായില്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് ഇത് എല്ലായിടത്തും നടക്കുന്നയാ, ഇത് വളരെ കോമണാ അല്ലേ? പുരുഷന്മാരാകുമ്പോ അങ്ങനെ ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുവും. എവിടുത്തെ ന്യായമാണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ മാമിനോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ മൂവ് ചെയ്തുള്ളൂ. മാം ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഈ കമ്മിറ്റ്മെന്റ്, ഇന്റഗ്രിറ്റി, ലോയൽറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാലം എങ്ങനെയാണല്ലോ, കാലഘട്ടം ഒത്തിരി മാറിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ ഈ ട്രോമ അനുഭവിക്കുന്ന മക്കള്, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം മക്കൾ അനുഭവിക്കുന്ന ഈ ഹെവി ട്രോമ ഏത് കാലഘട്ടം വരെ അവരുടെ ഉള്ളിൽ നിൽക്കുന്നറിയോ? വേറെ ചില ടീനേജ് കുട്ടികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയമൊക്കെയാണ് തോന്നുന്നത്. കാരണം അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഒരു ഭയങ്കര പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ. ഇടയ്ക്ക് എന്നൊരു കുട്ടി പറഞ്ഞ കാര്യമാണ്, ലിപ്പ് പ്ലംപ് ചെയ്ത് ഇങ്ങനെ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ സേ ദാറ്റ് യു കാൻ't you go and get a lip injection. ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ പറഞ്ഞേ, പുരുഷന്മാർ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ? അവർക്ക് വേണ്ട ഇമോഷണൽ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലരും പറയാത്തൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത് എന്താ, നീ ഒരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയാകുമ്പോൾ എന്താ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അറിയാൻ പാടില്ല. അയ്യോ, ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടൊരു ടോപ്പിക്കാണ്, സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഞാനത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയുന്നൊരു കാര്യമല്ല, ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പലരും ഫെമിനിസത്തിനെ ഭയങ്കരമായിട്ടൊക്കെ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാത്തിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം എന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ്? പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കത് ട്രോമയായി പിന്നീട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. 42 പോഡ്കാസ്റ്റർ നിങ്ങളിലേക്ക് ഒരു മെന്റൽ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി എപ്പിസോഡ്സ് നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഹീലിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു തെറാപ്പിയാണ് ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ 80% ആൾക്കാരും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ കൂടുതൽ എപ്പിസോഡുകൾ എത്തിക്കാൻ നമ്മൾക്കതൊരു പ്രചോദനമാകും. ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഹീലിംഗിലേക്ക് നയിക്കുന്നത് എന്നതിനെ പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് കൃഷ്ണ സജിത്താണ്. കൃഷ്ണ സജിത്ത് മലയാളം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്നൊരു നടിയാണ്. കൃഷ്ണ മാം, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ശരി, നമ്മൾ ഒരുപാട് ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ ആരാണെന്ന് ചിലപ്പോൾ ഡൗട്ട് വരുന്ന സമയത്ത് നമ്മളെ കണ്ടുപിടിക്കാനും നമ്മളെ തിരിച്ചറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ അതിനെ ഇത് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ പോലെ, യോഗ പോലെ, അങ്ങനെ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ഇതൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പുതുതായിട്ട് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് കേട്ടു തുടങ്ങിയ ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു മെത്തേഡ്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇതിന് ഒരു കാരണം വേണമല്ലോ. അതായത് ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഇതിലൂടെ പരിഹരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹീലിംഗ് എന്നുള്ളതാണ്
എൻ്റെ ചോദ്യം. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ പറയാം, സോ ദാറ്റ് എവറിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ. Yes. ഹീലിംഗ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പെയിൻ ഉണ്ടാവുന്നു, നമ്മൾ ആ പെയിനെ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ആ പെയിന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഭാവിക്കുക, ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ട്രാൻസ്ഫോമിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് പെയിൻ എന്നാണ് പറയുന്നത്. അപ്പം ഫ്രം സഫറിങ് ടു നോർമൽ ലിവിങ്, ആ പെയിനിനെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും നോർമൽ ആയിട്ടുള്ള ലിവിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വളരെ ഒരു സ്ട്രെയിറ്റ് ലൈനൊന്നും അല്ല, അത് ഭയങ്കര ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അതിനകത്ത്. കാരണം ഇത് ഉള്ളി തൊലിക്കുന്ന പോലെ കുറേ ലെയേഴ്സ് ഉണ്ടല്ലേ. അപ്പം അതിനകത്ത് ഒരുപാട് സ്ട്രെങ്ത് ആവശ്യമാണ്, ഫൊർഗീവ്നെസ് ആവശ്യമാണ്, ഒരുപാട് കറേജ് ആവശ്യമാണ്. ഈ ഹീലിങ്ങിന് വന്നിരിക്കുന്ന വ്യക്തി ഒരുപാട് അതിനകത്ത് ഗോ ത്രൂ ചെയ്യാനുണ്ട്. അപ്പം കൂടെ ഇരിക്കുന്ന അത് ഹീൽ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു സാധാരണഗതിയിൽ ഒരു ചെറിയ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് വളരെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഒരു തെറപ്പിയിലൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സെഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു പേഷ്യൻസ് അല്ലേ, വളരെ പേഷ്യൻ്റ് ആയിട്ടിരുന്നവരെ എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം, അവർക്കൊരു സേഫ് സ്പേസ് എങ്ങനെ കൊടുക്കാം, അവർക്ക് ആ സേഫ്റ്റി ഫീൽ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം 4 തരത്തിലാണ് ഹീലിംഗ് ഉള്ളത്. ഇപ്പം ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ലെവലിലുള്ള ഈ 4 ഹീലിങ്ങിലാണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇപ്പം യോഗ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂംബ പോലത്തെ ആക്ടിവിറ്റീസ്, ഡാൻസ്, പിന്നെ വർക്ക്ഔട്ട്സ്, ഇതെല്ലാം ഫിസിക്കൽ ഇതിനകത്ത് വരുന്നതാണ്. മെൻ്റലിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ്, പിന്നെ റീവയറിങ്, നെഗറ്റീവ് തോട്ട്സ്, അഫർമേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെൻ്റൽ കാര്യത്തിൽ വരുന്നതാണ്. ഇമോഷണലിൽ വരുന്നതാണ് തെറപ്പീസ് എന്ന് പറയുന്നത്. തെറപ്പീസ് നമ്മൾ ജേർണലിങ്, ഇമോഷണൽ ഹീലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പീസ് ലൈക്ക് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇമോഷണൽ ഹീലിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. സ്പിരിച്വൽ ഹീലിംഗ് എന്ന് വരുമ്പോൾ അതിനകത്താണ് മെഡിറ്റേഷൻ, പ്രേയേഴ്സ്, പിന്നെ അതിനകത്ത് വരുന്നത് അലൈൻ വിത്ത് യുവർ ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ലെവലിലേക്കുള്ള സ്പിരിച്വൽ ലെവലിലേക്ക് ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രാണിക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ചക്ര ഹീലിംഗ് അങ്ങനെ മറ്റൊക്കെ ചെയ്യുന്നതിനെല്ലാം നമ്മൾ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 4 ലെവൽ ഓഫ് ഹീലിംഗ് ആണുള്ളത്. ഈ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും ഹീലറും തമ്മിൽ നല്ലൊരു അടുപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വീണ് ആ തുടക്കം തൊട്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ പേടിക്കുന്നത് കണ്ടിട്ടില്ലേ. സേഫ്റ്റി എല്ലാ മനുഷ്യർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം ജനിച്ച് വീഴുന്ന കാലം തൊട്ട് ആ ഒരു സേഫ്റ്റി ഇല്ലായ്മ ആർക്കും അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിലായിരിക്കും ഒരു കുഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് ജനിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലായിരിക്കും ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അൺസീൻ ആവുക, അൺലവ്ഡ് ആവുക, അവർ അൺഹേർഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരെ ആരും കേൾക്കാനുണ്ടായിട്ടില്ല, അവരെ ആരും സ്നേഹിച്ചിട്ടില്ല, അവരുടെ കഷ്ടപ്പാടിൽ ആരും കണ്ടിട്ടില്ല, അവരെ ആരും കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോറായി കിടക്കും. ഇത് ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് പുറത്ത് വരണം എന്നില്ല. ലൈഫിൽ മുന്നോട്ട് പോയി ഒരു ഘട്ടം എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗറിലായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു വിവാഹം ജീവിതം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ജോലിയുടെ സാഹചര്യത്തിലായിരിക്കും, ചിലപ്പം പഠിച്ച് കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ടൈമിലായിരിക്കും. ഏതെങ്കിലും ഒരു ടൈമിൽ ഇത് പുറത്തേക്ക് വരും. അത് പെട്ടെന്നുണ്ടാവുന്നതല്ല, ഇത് കുട്ടിക്കാലം തൊട്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ബോഡി ധാരാളമായിട്ട് ഇമോഷൻസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ ബോഡിയിൽ നിന്നും റിലീസ് ചെയ്യണം, മൈൻഡിൽ നിന്നും റിലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ഹീലിംഗ് നടക്കുന്നുള്ളൂ. മെമ്മറീസ് പോവോ? ഹീലിംഗ് കഴിഞ്ഞാലും മെമ്മറീസ് പോകത്തില്ല. മെമ്മറീസ് വിൽ ബി ദെയർ ഫോർ എവർ. ഈ മെമ്മറീസ് എന്ന് പറയുന്ന സാധനത്തിനോട് തിരിഞ്ഞു നോക്കാൻ നമുക്ക് പറ്റണം. ഈ ഹീലിംഗ് നടക്കാത്തപ്പോൾ തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. നോക്കുമ്പോഴെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ മൂഡ് തന്നെ പോവുക, പാനിക് അറ്റാക്ക് ഉണ്ടാവുക, പിന്നെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതിനൊരു തെളിവ്. ഹീൽ ചെയ്തൊരു വ്യക്തിയുടെ വ്യത്യാസം എന്തായിരിക്കും? അവർക്ക് ലൈറ്റായിട്ട് അവരുടെ ബോഡി ഫീൽ ചെയ്യും, മൈൻഡ് കാം ആയിരിക്കും, ഹാർട്ടിലൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ തെറപ്പിസ്റ്റിനും അത് മനസ്സിലാവാൻ തുടങ്ങി. ഇതിങ്ങനെ കുറേ സെഷൻസ് ഉണ്ട് അല്ലേ. ഇതൊരു നീണ്ട ഘട്ടത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സോ ഇതാണ് ബേസിക്കലി ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇതൊരു വലിയ പ്രോസസ്സ്. അത് തുടങ്ങുന്നത് ചെറുപ്പകാലം മുതൽ തുടങ്ങി കറക്റ്റ് കറന്റ്ലി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ ആ ഒരു ഡിഫിക്കൽട്ടിയിലോട്ട് എത്തുകയാണ് ചെയ്യുക. അതിന്റെ കാരണം കണ്ടുപിടിക്കുക പുറകുന്നായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ട്രിഗേഴ്സും ഒരു വലിയ വിഷയമാണ്. ഈ ഹീലിങ്ങിനിടയ്ക്ക് ഇപ്പോൾ ട്രിഗേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും റീകണക്ട് ചെയ്യണം സെയിം ട്രോമയായിട്ട്. അപ്പോൾ അതിലേക്ക് പോകാതെ വളരെ സേഫായിട്ട് ഇവരെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കാന്ന് പറയില്ല. നമ്മളിപ്പം ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര സേഫായിട്ട് കൊണ്ടുപോകണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി കടൽ തീരത്തൂടി നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ നേർക്കൊരു അറ്റാക്ക് ഉണ്ടാവുകയാണ്, ഒരു ഫിസിക്കൽ അറ്റാക്ക്, ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുകയാണ്. അപ്പം കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ
ഈ കുട്ടിക്ക് കടൽ തീരത്തെ കാറ്റ്, ആ മണൽ തരികൾ, അവിടുത്തെ ആ പാറക്കെട്ടുകൾ, അവിടെ ഉണ്ടായിരുന്ന ആ സാഹചര്യം, അയാൾ വരുന്ന രീതി, അയാൾ അറ്റാക്ക് ചെയ്ത രീതി, അയാൾ നോക്കിയ രീതി, ഇതെല്ലാം തന്നെ ഡീപ്പ് ട്രോമയാണ് ഈ കുട്ടിയുടെ ഉള്ളിൽ. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു കടലിൽ നിന്ന് കേട്ടാൽ മതി, അല്ലെങ്കിൽ ആ കടൽ തീരത്തിൻ്റെ ഒരു പിക്ചർ ദൂരെ കണ്ടാൽ മതി, കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിക്കുമ്പോൾ അതിന് ആ കടൽ പോലെ ഫീൽ ചെയ്താൽ മതി, ഇതെല്ലാം തന്നെ ട്രിഗേഴ്സ് ആണല്ലേ. അപ്പം പ്രത്യേകിച്ചൊരു കാര്യം വേണ്ട, ഇതിൻ്റെ ന്യൂറോ കണക്ഷൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ബ്രെയിൻ വേവ്സ് അത്രയും സ്ട്രോങ് ആയിട്ട് വയർ ചെയ്ത് കിടക്കുമായിരിക്കും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ അത്ര ഈസി അല്ല ഇത്. ഈ കുട്ടി ഹീലിങ്ങിൻ്റെ ടൈമിൽ ഫുള്ളും തന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെയും അവൾ കടന്നു പോകരുത്. വളരെ സേഫായിട്ട് വേണം ആ കുട്ടിയെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ട്രിഗർ ആകുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രിഗർ ആകുന്നതാണോ ആകാതിരിക്കുന്നതാണോ? ഇല്ല, അതാണല്ലോ ഹീലായി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഹീലാവും. ഹീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും, അത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അത്രയും ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് അനുഭവപ്പെടില്ല. അന്ന് ഭയങ്കര ബ്ലീഡിങ് സിറ്റുവേഷൻ ആയിരുന്നു, ആ സ്കാർ ഉണങ്ങി. പക്ഷെ മെമ്മറി ഉണ്ട്. മെമ്മറി തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. നമ്മുടെ മരണം വരെയും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ എവിടെയെങ്കിലും സ്റ്റോർ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ആയി അലേർട്ട് ആയിരിക്കത്തില്ല. അങ്ങനെ ഒരു ഇല്ല, അവിടെ ഹീലിംഗ് നടന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യുമല്ലേ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ ഇപ്പം മൂവ്മെന്റ് തെറപ്പിയിലാണെങ്കിലും മുദ്ര തെറപ്പിയിലാണെങ്കിലും ശരി, ഇപ്പം കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ശരി, ഇപ്പം മോട്ടിവേഷൻസ് കൊടുത്തിട്ടാണെങ്കിലും ശരി, കുട്ടിയുടെ പല കാര്യങ്ങളും നമ്മൾ റീവയർ ചെയ്യുകയാണ്. അപ്പം മൂവ്മെന്റ്സിലൂടെ ആയാലും എല്ലാം റീവയറിംഗാണ് നടക്കുന്നത്. അപ്പോൾ ഹീലിംഗ് നടന്നു കഴിഞ്ഞ ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അത് ഓർക്കുന്ന സമയത്ത് ഒരു ഹാർട്ട് ബീറ്റ് റേസ് ആവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അത്രയും പെയിനും ആ അനുഭവങ്ങൾ അതുപോലെ ഉണ്ടാവില്ല. ഈ ഹീലിംഗ് ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയവർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ലൈക്ക് എനിക്കിപ്പോൾ ഒരു ഹീലിംഗ് വേണം എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഒരു സാധാരണക്കാർക്ക് ഉണ്ടാവുന്നത്? ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ പോലെ, അല്ലെങ്കിൽ വേറൊരാൾ കാണുന്ന ഒരാൾ എൻ്റെ സുഹൃത്തിന് ഹീലിംഗ് ആവശ്യമുണ്ട്, എന്തൊക്കെ സിംറ്റംസ് നോക്കിയാൽ എനിക്കത് മനസ്സിലാവും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം എല്ലാവരും നമ്മൾ ഈ പുറമെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഇമോഷണലി ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം അവരെല്ലാവരും കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഒരു കാര്യത്തിലെങ്കിൽ മറ്റൊരു കാര്യത്തിലാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത് അവിടെ നിന്ന് വരുന്നതല്ല, ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. പലരും പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ കുറ്റപ്പെടുത്തും, എൻ്റെ പാർട്ട്ണർ വന്ന ശേഷം എൻ്റെ ലൈഫ് ഇങ്ങനെയായി. അല്ല, ഇത് അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്ന് വന്ന് അത് ഉള്ളിൽ ഇങ്ങനെ അക്യൂമുലേറ്റായി കിടന്ന് പാർട്ട്ണർ വന്ന് കഴിയുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും അത് പുറത്തേക്ക് വരുന്നതും. സോ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം തന്നെ ഹീലിംഗ് ആവശ്യമുള്ള വ്യക്തികളാണ്. അത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു മോശമാണോ? അല്ല, ഞാനൊരു ഹീലിങ്ങിന് പോകുന്നത് അത് എൻ്റെ സെൽഫ് വർത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് മൈ സെൽഫ് റെസ്പെക്റ്റ് അല്ലേ. ഇപ്പോൾ എനിക്ക് ഞാൻ ഹീലിങ്ങിന് പോകണ മോശമായിട്ട് ആരും കരുതേണ്ട ആവശ്യമില്ല. ഹീലിംഗ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൗൺസിലിങ്ങിന് പോവുക, എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരാളുമായിട്ട് പോയിട്ട് സംസാരിക്കുക, എൻ്റെ പ്രശ്നങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് റിലാക്സ്ഡ് ആയി. അത് തന്നെ ഒരു ഹീലിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറിബഡി. ഇനി ഇത് തിരിച്ചറിയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ. ഒരാളിപ്പം ചെറിയൊരു ആങ്സൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനം ചിലപ്പോൾ ചെറിയ രീതിയിൽ ഡിപ്രഷനിലേക്ക് എത്തി, അത് പിന്നെ ഒരു ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് എത്തി, ഇത് കുറച്ച് പതുക്കെ അഡ്വാൻസ് ആവും. അപ്പോൾ ഈ സമയത്ത് ആദ്യമൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഒരു ഡിപ്രസ് ആയിട്ടുള്ള ആള് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ കരഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. അവർ പുറമേ സന്തോഷത്തോടെയും നോർമലായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഡോർ അടിച്ച് റൂമിനകത്ത് കയറുന്ന നിമിഷം തൊട്ടാണ് അവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് പലതും ഹോണ്ട് ചെയ്യുന്നതും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നതും ടൈറ്റ്നസ് ഓഫ് ചെസ്റ്റ് ഉണ്ടാവുന്നതും പിന്നെ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ പോലത്തെ കാര്യങ്ങൾ, തല ഭയങ്കര പൊട്ടുന്ന പോലൊരു വേദന, മസിൽസിനൊക്കെ ഒരു പിരിമുറുക്കം, ബോഡി ഷോൾഡർ എല്ലാം ഇങ്ങനെ ഇരിക്കുള്ളൂ. റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പം കാരണം എന്തുകൊണ്ടാണ് കൂടുതലും ടെൻഷൻസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡേഴ്സിലാണ്. അപ്പം അത് നമ്മുടെ കുറേ ബോഡി പോസ്ചർ കാണും പറയാൻ പറ്റും. പക്ഷേ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യും, കുറേയൊക്കെ അങ്ങ് ആൾക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്തൊക്കെ അവർ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അതെങ്ങനെ ഈ ഷോൾഡറിലാണെന്ന് പറഞ്ഞതിൻ്റെ? അത് കാരണം ബോഡി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിലാണ് പെയിൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം, സോളാർ പ്ലെക്സസ് ഹീൽ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇവിടെ 2 ഏരിയയിലാണ് ഇമോഷണൽ പെയിൻസ് സ്റ്റോർ ആവുന്നത്. ഇപ്പോൾ വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഷോൾഡറിൽ എപ്പോഴും ടെൻഷൻ കാണും. ഷോൾഡറിലാണ് ഈ ടെൻഷൻ സ്റ്റോർ ആവുന്നത്.
ഓക്കെ. സോ അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഷോൾഡറിലാണ് മൂവ്മെന്റ്സ് കൊടുക്കുന്നത്. മൂവ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. നമ്മൾ ഈ ആദ്യം ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി മുന്നിൽ നിൽക്കും, നമുക്കൊരു മൂവ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ദേ കനോട്ട് മൂവ് വിത്ത് ഷോൾഡേഴ്സ്. ചെറിയ ചെറിയ മൂവ്മെന്റ്സേ പറ്റത്തുള്ളൂ. ആദ്യമൊക്കെ കൈയൊക്കെ ചുമ്മാ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചെറിയ റോക്കിംഗ് ആയിട്ടുള്ള അതൊക്കെ പറ്റുള്ളൂ. ഷോൾഡർ ഒരു അനക്കത്തില്ല, കാരണം അവിടെയാണ് സ്ട്രെസ്സും ടെൻഷനും മുഴുവൻ ഇരിക്കുന്നത്. അത് നമ്മൾ നിർബന്ധിച്ച് മൂവ് ചെയ്യുക, ഷോൾഡർ മൂവ് ചെയ്യുന്ന പറയുമ്പോൾ അവർക്ക് പെയിൻ ഫീൽ ചെയ്യും. അവർക്ക് ഇവിടെ ബാക്ക് സൈഡിലൊക്കെ പെയിൻ ഫീൽ, കാരണം അവിടെ മൂവ് ചെയ്യാൻ പ്രയാസമാണ്. അവിടെ നിന്ന് അത് റിലീസായാൽ മാത്രമേ അവർക്ക് ആ മൂവ്മെന്റ് ഈസി ആവത്തുള്ളൂ. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ ഗട്ട് ഇഷ്യൂസ് ആണ് ഭയങ്കരമായിട്ട്. ഒരു ലെവലിനപ്പുറത്തേക്കൊക്കെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഗട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് ഡൈജഷൻ പ്രോപ്പർലി നടക്കത്തില്ല, അവർക്ക് എപ്പോഴും ആസിഡ് റിഫ്ലക്സ് പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഈസോഫാഗസിലൊക്കെ എപ്പോഴും ഒരു നീറുന്ന ഒരു അനുഭവം രാത്രിയിലൊക്കെ അവർക്ക് ഇങ്ങനെ ഉണ്ടാവുക, ബേണിംഗ് സെൻസേഷൻസ്, പിന്നെ എപ്പോഴും വയറിങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുന്ന പോലത്തെ അനുഭവങ്ങളുണ്ടാവും. ഇത് ഗട്ട് ഇഷ്യൂസ് അവർക്ക് ഭയങ്കര കോമൺ ആണ് ഈ ഇമോഷണൽ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക്. ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഗട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിംറ്റംസിലൂടെയും മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഓക്കെ എനിക്കൊരു തെറപ്പി ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ് എന്നുള്ളൊരു ബേസിക് കാര്യങ്ങളിലേക്കെങ്കിലും എത്തിപ്പെടാനായിട്ട് സ്വയം മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം പല രീതിയിലുള്ള തെറാപ്പീസ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്? ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് തെറാപ്പി ഇതൊക്കെ എങ്ങനെയാണ് മറ്റ് ട്രീറ്റ്മെൻറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ തെറാപ്പീസിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത്? ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി, ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്ന് പറയുന്ന സാധനം, ബിക്കോസ് ഐ വാസ് എ ഡാൻസർ, എൻ്റെ ഒരു ഏരിയ ഡാൻസ് ആയിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മൂവ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലേ. ഇപ്പം കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ കൈയും കാലും അനക്കിക്കൊണ്ടാണ് ജനിക്കുന്നത്. സംസാരിച്ചില്ലെങ്കിൽ ദേ വിൽ മൂവ്. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ കൂടെ ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ അനിമൽസ് ആണെങ്കിലും ദേ വിൽ ഓൾ മൂവ് അല്ലേ. മൂവ് ചെയ്യാത്ത ഒരു സാധനമില്ല. അപ്പോൾ മൂവ്മെൻറ്റ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഡാൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹീലിംഗ് ആണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായത്. ഞാൻ ഖത്തറിൽ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും അവർ ആദ്യം വന്ന ആൾക്കാരല്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവർ ഭയങ്കര ഫ്രീ ആവുന്നു, റിലാക്സ്ഡ് ആവുന്നു. അവർ പറയുന്നു മാം ഇപ്പം ഹസ്ബൻഡ് പറയുന്നു എനിക്ക് ഭയങ്കര ഗ്ലോ ഉണ്ടെന്ന് പറയുന്നു. പല പ്രശ്നങ്ങൾ എനിക്ക് ഇന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു ആഫ്റ്റർ ലേണിംഗ് ഡാൻസ്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ വന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ മുമ്പേ തന്നെ എനിക്കിതിനെപ്പറ്റി അറിയാം. ഐ എം വെരി അവെയർ ഡാൻസ് എത്രമാത്രം ഹീലിംഗ് ആണെന്നുള്ള കാര്യത്തിൽ. ബട്ട് ഇവരിത് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ആർട്ട് ഫോമിലൂടെ ദേ ആർ ഗെറ്റിംഗ് സംതിങ് ന്യൂ. അവർ അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യും. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നു. പിന്നെ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവർ പറയുന്നത് എൻ്റെ മെമ്മറി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ ഇറ്റ് ഇസ് വെരി സ്ട്രക്ചേർഡ് അല്ലേ. ഇപ്പം താഹത്ത് ചംതരി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തീരുമാനം അടവെടുക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തെയ്യെടുക്കും. അപ്പം ഇതിനെല്ലാം ഒരു അടുത്തടുത്ത് ഒരിക്കലും തെറ്റാൻ പാടില്ല, സ്ട്രക്ചേർഡ് ആണ്. അപ്പം കറക്റ്റായിട്ട് ആ സമയത്ത് താള ഭാവ ലയ സംയമനം കൃത്യമായിട്ട് നടക്കണം. അടുത്തടുത്ത അടവുകൾ കൃത്യമായിട്ട് ഓർത്ത് ചെയ്യണം. ഓഡിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കണം. എക്സ്പ്രഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് വർക്ക് ചെയ്താലേ ഒരു ക്ലാസിക്കൽ ഡാൻസറിന് ഒരു സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നല്ല ബുദ്ധിയുള്ളൊരു പെൺകുട്ടിക്ക് മാത്രമേ നന്നായി നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കണക്കും കൂടിയാണ്. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് അതുപോലെ ഭയങ്കര ചിട്ടയിലാണ് പോകുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് ഒരാളുടെ തലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം മെമ്മറിയൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പം ഇതെനിക്ക് ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു. ഓക്കെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പേരൻസ് ഒക്കെ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് ഓക്കെ നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവേണ്ട. കുറച്ച് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്സ് ഒക്കെ ഇട്ട് കൊടുത്തു നോക്കും. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വയർ ചെയ്യും, നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യും. അപ്പോൾ അത് പറയുമ്പോഴേക്കും അവർക്കത് മനസ്സിലാവും. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് ഞാൻ കടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷമാണ് ഞാൻ കുറച്ച് ഹീലിങ്ങിൻ്റെ വഴികളിലേക്കൊക്കെ തിരിയുന്നത്. കാരണം എനിക്ക് കുറച്ച് ഹീലിംഗ് എൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു വഴിയിലേക്ക് പാത്തിലേക്ക് പോകേണ്ടി വന്നു. മേ ബി നമ്മുടെ ഡെസ്റ്റിനിൽ അത് ഉണ്ടായിരിക്കും. ഞാനൊരു ആക്ട്രസ് ആയിരുന്നു, അവിടെ നിന്ന് ഞാനൊരു ലോയറും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡാൻസറാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഹീലിംഗ് കൂടി നമ്മുടെ ലൈഫിലൊരു പാത്തായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പ്രാണിക് ഹീലിംഗിന് എത്തിപ്പെട്ടത് ദേവി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഷീസ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിയൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരത്തി, ഒരു വളരെ സ്പിരിച്വലി ഹൈലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് ഞാൻ പോകുന്നതും ചേച്ചിയാണ് എന്നെ ഈ പ്രാണിക് ഹീലിംഗ് എന്ന സംഭവത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഈ കുറേ നമ്മുടെ ഈ ചക്ര ഹീലിംഗ് പോലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഹത യോഗ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ചേച്ചിയാണ്. അവിടെ നിന്നാണ് പുള്ളിക്കാരത്തി എന്നോട് പറയുന്നത് യുവർ പാത്ത് ഈസ് ആക്ച്വലി ഹീലിംഗ്. നിൻ്റെ പാത്ത് മറ്റൊന്നുമല്ല, ആക്ച്വലി മറ്റുള്ളവർക്ക് നിനക്ക് എല്ലാത്തിലും ഉണ്ടെങ്കിലും യുവർ പാത്ത് ഈസ് ഹീലിംഗ് ആകുമ്പോൾ നിൻ്റെ പാത്ത് എന്ന് പറയുമ്പോൾ
എനിക്ക് എവിടെയോ ഒരു കോളിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എവിടെയോ എനിക്കറിയാം ദാറ്റ് ഞാൻ ഭയങ്കര മോട്ടിവേറ്റിങ്ങിന് ഭയങ്കര, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ എൻ്റെ അടുത്ത് വരും, ഐ മോട്ടിവേറ്റ് ദം. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ അവരോട് ഇങ്ങനെ പറയും ആൻഡ് ദേ ഫീൽ ബെറ്റർ. അപ്പോൾ ഇതെനിക്ക് എപ്പോഴും അറിയാം, അവർ പറഞ്ഞിട്ടും എനിക്കറിയാം. ബട്ട് ഹീലിങ്ങിൻ്റെ മറ്റ് പല ചാനൽസിലേക്ക് തിരിയാൻ ഞാൻ കാരണമായത് എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അവിടുന്ന് ഞാൻ പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ട് അതിനകത്തുള്ള ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ടാണ് മുദ്ര ഹീലിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ് ഹീലിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പോസിറ്റീവ് സൈക്കോളജി ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിലേക്ക് ഞാൻ എത്തിപ്പെടുമ്പോഴേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് സബ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് സൈക്കോളജി ചെയ്യണം. സോ സൈക്കോളജി പ്ലസ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയാണ്. ഇതൊരു സ്ട്രക്ചേർഡ് കോഴ്സാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ പോയിട്ട് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ നിന്നിട്ട് നമുക്ക് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ഒരു കോഴ്സായിട്ട് നമുക്ക് ആൾക്കാരെ ഹീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് എ വെരി സ്ട്രക്ചേർഡ് തിങ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതൊന്ന് മനസ്സിലാക്കണം. സോ എനിക്ക് അതങ്ങനെ ഒരു താല്പര്യം തോന്നി. ത്രിപുര കശ്യപ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയാണ് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്ന സംഭവത്തിനെ US നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു 3-4 പേരിൽ ഒരാൾ. അപ്പോൾ ഇവിടെ ഇന്ത്യ ഉണ്ടായ സംഭവമേ അല്ല, ഇത് ഇന്ത്യൻ ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല. ഇന്ത്യൻ ഡാൻസുമായിട്ട് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എന്ന ഈ ഒരു തെറപ്പിക്ക് വിഷയം ഇതില്ല. ഡാൻസ് ആണ്, മൂവ്മെന്റ്സ് ഉണ്ട് അതിനകത്ത്, തീർച്ചയായിട്ടും റിതം ഉണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആണ്. നമ്മൾ ഒരു സ്ട്രക്ചറിൽ അത് പോകുന്നത് എല്ലാം റൂൾസും റെഗുലേഷൻസും ഒക്കെ അതിനകത്തുണ്ട്. ഡാൻസ് മൂവ്മെന്റ് തെറപ്പിക്കകത്ത് റൂൾസ് ഇല്ല. വൈ? ബിക്കോസ് അവരുടെ ഇമോഷൻസിലാണ് അവർ മൂവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കല്ല അടുത്ത ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ്. നോ, അവരുടെ ഇമോഷൻസ് ആണ് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, അവർ മൂവ് ചെയ്യുന്നു, അവർ റിലീസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. സോ ബേസിക്കലി ചേച്ചി പറഞ്ഞ ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മൂവ് ചെയ്യുമ്പോൾ അത് ഇമോഷൻസിനെ റിലീസ് ചെയ്ത് നിങ്ങളുടെ പെയിൻ ഹീലിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി. മൂവ്മെന്റ് തെറപ്പിയിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഡാൻസ് മൂവ്മെന്റ് തെറപ്പിയിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാൻസും കൂടി ഇൻവോൾവ് ആണ്. ഇപ്പോൾ ചോദിച്ചാൽ ഡാൻസ് ഇല്ലേന്ന്, ഡാൻസ് ഉണ്ട്, പക്ഷേ അത് സ്ട്രക്ചേർഡ് ഡാൻസ് അല്ല. അപ്പം എനിക്ക് ഡാൻസ് പഠിച്ചില്ലെങ്കിൽ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ചെയ്യാൻ പറ്റില്ലേ? ഡാൻസ് അറിയണമെന്നേ ഇല്ല ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ചെയ്യാൻ. ഇതേ സംഭവമാണോ നമ്മുടെ ഈ തമിഴ്നാട്ട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മരിച്ചു കഴിയുമ്പം അവര് ഈ ചെണ്ട കൊട്ടി ഡാൻസ് കളിച്ചാണ് ശവം അടക്കുന്നത്. അത് ആക്ച്വലി ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഫോക്ക് ഡാൻസ് ആണ്. ഫോക്ക് ഡാൻസിനകത്ത് പ്രിൻസിപ്പിൾ ഇല്ല, അതിനകത്ത് റൂൾസ് ഇല്ല, സ്ട്രക്ചേർഡ് അല്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ബോഡി ആ സമയത്ത് പാട്ട് വരുന്നതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. ചില ആൾക്കാർ ചിലപ്പം സങ്കടമുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർ ആ സമയത്ത് അവരുടെ രീതിക്കാണ് അവർ മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ വിഗ്രസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. ദാറ്റ് ഇസ് വൈ, ബിക്കോസ് അവരുടെ ചിന്തയിൽ ആത്മാവിനെ സന്തോഷമായിട്ട് അയക്കണം, പക്ഷേ ഉള്ളിൽ വേദനയൊക്കെ കാണും. അപ്പോൾ വിഗ്രസ് മൂവ്മെന്റ്സ് ഉണ്ടാവും. ചില സമയത്ത് അവർ എൻജോയ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ടാകും, കാരണം ആ സമയത്ത് അവർ ചിന്തിക്കുന്നത് ആത്മാവ് ഹാപ്പി ആയിട്ട് പോകുന്നത്. സോ ആ തോട്ട്സിനനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ അതിനൊരു ഹീലിംഗ് ആസ്പെക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ ഫോക്ക് ഡാൻസസും നമ്മൾ എടുത്തു നോക്കിയാലും അതിനെല്ലാം തന്നെ ഒരു ഹീലിംഗ് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ ഡാൻസ് മൂവ്മെന്റ് തെറപ്പിയിൽ അതൊരു നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഫോക്ക് ഡാൻസുകളെ പറ്റി പഠിക്കുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക, ഹൗ ഇറ്റ് ഹീൽസ് എന്നുള്ള ഞങ്ങൾക്ക് അതൊരു സെക്ഷനാണ്. റൂൾസ് ഇല്ലാത്ത മൂവ്മെന്റ്സ് വെച്ച് നമുക്ക് ഹീൽ ആവുമെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ഈ ഒരു ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഒരു DJ പാർട്ടിക്ക് പോയി നല്ല ഫുൾ ഡാൻസ് കളിച്ചാലും വിൽ വർക്ക് അല്ലേ? അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ദാറ്റ് വിൽ വർക്ക്. ബട്ട് ഇമോഷൻസ് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡീപ്പ് വൂണ്ട്സ് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാൻസ് മൂവ്മെന്റ് തെറപ്പിക്കകത്ത് ഇതിനകത്ത് കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറൊന്നും അല്ല. ഒരുപാട് ഡീപ്ലി വൂണ്ടഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചോളൂ, അവർ ആദ്യം അനങ്ങുമോ? ഇപ്പോൾ DJ പാർട്ടി കൊണ്ട് നിർത്തി അവർ അനങ്ങുമോ? അവരിങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കും. അവിടെ നമ്മൾക്കൊരു തെറപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി പ്രാക്ടീഷണറുടെ ആവശ്യമുണ്ട്. അവർ നിന്നിട്ട് ഈ ആളെ നേർക്ക് കണ്ടിട്ട് അവർക്കൊരു സേഫ് സ്പേസ് ഒരുക്കിയിട്ട് മൂവ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മൂവ് ചെയ്യുമെന്ന് ഒരു റിപ്പീറ്റഡ്ലി ഒരു 100 പ്രാവശ്യം പറയേണ്ട ആവശ്യമുണ്ട്. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിലൂടെ അവർക്ക് ആ ഗ്രാജുവലി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. DJ പാർട്ടിയേ അല്ല ഇത്. ദിസ് ഇസ് സംതിങ് റിയലി ഡിഫറെൻറ്റ്. പിന്നെ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ബോഡിയിലൂടെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എനിക്ക് ഇന്നതാണ് സംഭവിച്ചത്, എനിക്ക് ഇന്നതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് തുറന്നു പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്ന് മിണ്ടാതെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സിലൂടെ ശരിയാക്കാൻ പറ്റും. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു അലൗ യുവർ ബോഡി ടു പ്രോസസ് ഇമോട്ട് ആൻഡ് റിലീസ് എന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് അത് ഉള്ളിലുള്ള കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, പിന്നെ അതിനൊന്ന് റിലീസ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അവരെ സജ്ജരാക്കുവാണ്. അതൊരു നമ്മൾക്കിപ്പോൾ ഇത്രയും കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വി വിൽ ഡു. റെസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനായിട്ട് അവരൊരു നല്ല സ്ട്രെങ്ത് എടുക്കണം. അവരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല കറേജ്, ഒരു വിൽ പവർ ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരണം. ഇതൊരു സ്ലോ പ്രോസസ്സാണ്.
ഈ ഹീലിംഗ് അല്ലെങ്കിൽ ഈ തെറാപ്പീസിൽ നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ വേദന നമ്മുടെ വേദന പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ശരിക്കും ഒരു തെറാപ്പിസ്റ്റ് വിജയിക്കുന്നത്. വെൻ യു ആർ ഡൂയിങ് ഹീലിംഗ്, ലൈക്ക് വാട്ട് മെയ്ഡ് യു കം ടു ദിസ് ഫീൽഡ്? അത് ചേച്ചി എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെ പോയി ഇത് അനുഭവിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ ലൈക്ക് ഇറ്റ് വാസ് യുവർ പാഷൻ, ജസ്റ്റ് യു കെയിം ടു ദിസ്? എന്താണ് ചേച്ചിയുടെ ആ ഒരു ഇതിലോട്ട് വരാൻ പ്രേരിപ്പിച്ചൊരു സ്റ്റോറി? ഈ പറഞ്ഞ എമ്പത്തി എന്ന് പറയുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ പോലും അതൊരു മെയിൻ വിഷയമാണ് ഞങ്ങൾക്ക്. അതൊരു പ്രത്യേക ഒരു സബ്ജക്റ്റ് തന്നെയാണ് വാട്ട് എമ്പത്തി. കാരണം എമ്പത്തി ഇല്ലാതെ നമുക്ക് ആരെയും ഒന്നും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ വേദന നമ്മൾ ആദ്യം അറിയണം. ഓക്കെ, ഒരു ഹീലർക്ക് ആദ്യം അത് മനസ്സിലാവണം വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു മൈൻഡ് ടു മൈൻഡ് കണക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മളവരെ മനസ്സിലാക്കുന്നതിലായിരിക്കും. അല്ലേ, അവരുടെ പെയിൻ അവർ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റാത്ത ആളായിരിക്കും. എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരാളെ തരും. അവർ മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ പറയണം, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ കോഴ്സ്, മനസ്സിലാക്കണം അവരുടെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മാം ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. എൻ്റെ മുന്നിൽ നിന്ന ആൾ ഷീ സ്റ്റാർട്ടഡ് മൂവ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് ആദ്യമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഷീ വാസ് മൂവിങ്. അവരുടെ ഇഷ്ടത്തിന് അവർ മൂവ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു ചെറിയ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ സ്റ്റിഫ് ആവാൻ തുടങ്ങും. എൻ്റെ കൈയൊക്കെ സ്റ്റിഫ് ആവുന്നു, എൻ്റെ ഷോൾഡറൊക്കെ സ്റ്റിഫ് ആവുന്നു. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യാണ്, ഉള്ളിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ് ഫീൽ ചെയ്യാണ്. പുള്ളിക്കാരി നോർമലി മൂവ് ചെയ്യണം, ബട്ട് എനിക്കാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് മാമിനെ നോക്കുന്നുണ്ട്. അപ്പം മാം വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവരിത് കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ. മാമിന് ഇപ്പം 1980s തൊട്ട് തുടങ്ങുന്നതാണ് മാമിന്. അപ്പം അത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സീരിയസ് കാര്യമാണ്. അപ്പം ഐ ഹാവ് ടു ബി റിയലി ഇൻവോൾവ് ഇൻ ദിസ്. അപ്പം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരുടെ ഫേസിൽ ചില എക്സ്പ്രഷൻസ് മാറി വരുന്നുണ്ട്. ബോഡിയുടെ മൂവ്മെൻറ്റ് ഭയങ്കര വിഗറസ് ആവുന്നുണ്ട്. ഈ ഫുഡ് ടാപ്പിംഗ് ഭയങ്കര ഫാസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നി, അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് മനസ്സിലായി ദാറ്റ് ഇവരെന്തോ പ്രസവിച്ച സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തോ ആഫ്റ്റർ ഡെലിവറി കാര്യങ്ങളൊക്കെയാണ് ഈ പറയണതെന്ന് എനിക്ക് ആ മൂമെൻറ്റ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് എനിക്ക് ആ ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണൽ ആവുകയാണ് ഭയങ്കരമായിട്ട്. ബട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാൾ, ഐ എം ലേണിംഗ് ടു ബിക്കം എ തെറപ്പിസ്റ്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് കരയാൻ പാടില്ല. അപ്പം പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കത് ഫീൽ ആവുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. ലാസ്റ്റ് അവർ എൻഡ് ഓഫ് ദ മൂവ്മെൻറ്റ് അവർ കുറച്ചിങ്ങനെ കരയാൻ കണ്ണൊക്കെ നിറഞ്ഞൊരവസ്ഥയിലേക്കൊക്കെ എത്തി. ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് അവരിങ്ങനെ ഹഗ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് പോയിട്ട് ടച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ആദ്യമേ ചോദിക്കും. ടച്ച് ചെയ്യാൻ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി തൊടാം, നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം, നമുക്ക് നമ്മുടെ വേണ്ട കാര്യങ്ങൾ പറയാം. ഇതെല്ലാം നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കവിടെ മാം ഉണ്ട്. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരിയെ ഹഗ് ചെയ്തിട്ട് അപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ്, പുള്ളിക്കാരിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ. ഇപ്പം എനിക്ക് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കേൾക്കാം, കിടക്കിടാന്ന് ഇങ്ങനെ ഇടിക്കുകയാണ് ഞാനിങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എന്നോട് മാം പറഞ്ഞു, സംസാരിക്കൂ, ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണം. വാട്ട് എവർ ദ ഫെസിലിറ്റേറ്റർ ഫെൽറ്റ്, റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും പോസ്റ്റ്മോർട്ടം പ്രോബ്ലം ഉണ്ടോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഷീ സെഡ് യെസ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ഷീ സെഡ് യെസ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ആ സമയത്ത് ഹസ്ബൻഡ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട്, കെയർ, ഒരു എംപത്തി നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവർ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് എ തിങ്. അവർക്ക് പിന്നെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരിങ്ങനെ വിതുമ്പാനുള്ള ഇതിലേക്ക് എത്തി. അപ്പോൾ എന്നോട് മാം പറഞ്ഞു, ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് തരും, ഓക്കെ, കുറയ്ക്കുമോ എന്ന് വെച്ചാൽ ഇനി നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവരെ കൂടെ പൊട്ടിക്കറി. അപ്പോൾ പിന്നെ ഞാൻ അവരെ ടാപ്പിംഗ് ഒക്കെ ചെയ്ത് ഷോൾഡറിൽ തട്ടിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഓക്കെ കം ലെറ്റ്സ് സിറ്റ് ഫോർ സം ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തിരുന്ന് ഞാൻ കുറച്ചൊരു കൈ പിടിച്ച് ജസ്റ്റ് അവരുടെ കണ്ണിൽ മാത്രം നോക്കിയിരുന്ന്, നമ്മളത് കണ്ണിൽ നോക്കിയിരുന്നിട്ട് അവരെ കാം ചെയ്യുന്ന ഒരു രീതിയിൽ ഞാനത് പതുക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ മാമിനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ മൂവ് ചെയ്തുള്ളൂ. ഈ മാം ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. എങ്ങനെ മാമിന് മനസ്സിലായി? എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ ഒരു ഫെസിലിറ്റേറ്റർക്കുള്ള കിട്ടുന്ന, നമ്മൾ അതാണ് പഠിക്കുന്നത്. നമ്മൾ അവരുടെ ഫീലിങ്ങിനെ മനസ്സിലാക്കാനാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ദാറ്റ് ഇസ് വാട്ട് ഐ എം ലേണിംഗ്. അപ്പോൾ ദാറ്റ്സ് വൈ ഐ എം ഹിയർ.
എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു സെഷനൊക്കെ കഴിഞ്ഞ് ഇതെന്നെ ഭയങ്കരമായിട്ട് ഇത് പാടില്ല. ഒരു ഫെസിലിറ്റേറ്റർക്ക് വന്നിരിക്കുന്ന ഒരു തെറപ്പിക്ക് വന്നിരിക്കുന്ന ആളുമായിട്ടുള്ള ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാൻ പാടില്ല. നമ്മളതവിടെ വിടണം അല്ലേ. എനിക്ക് പക്ഷേ അതിങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ എന്തോ ആവുന്നുണ്ട്. വൈ? ബിക്കോസ് എൻ്റെ ലൈഫിൽ എന്താണ് ഇപ്പം മാത്യു ചോദിച്ച ക്വസ്റ്റനിലേക്കാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് സെയിം അല്ല എനിക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളി എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ചുറ്റും ആൾക്കാർ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എനിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വളരെ കോമൺ ആണ്. ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് കോവിഡ് ആയിരുന്നു അങ്ങനൊരു പ്രത്യേകത. അപ്പോൾ കോവിഡ് സമയത്താണ് ഞാൻ പ്രഗ്നൻസിയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഡെലിവറി ടൈമും എല്ലാം. എൻ്റെ മമ്മിക്കും ഡാഡിക്കും ഒന്ന് ഖത്തറിലായിരുന്നു ഞങ്ങൾ. അപ്പം എൻ്റെ മമ്മിക്ക് ഡാഡിക്ക് സിസ്റ്റർക്ക് ഒന്നും വരാൻ പറ്റിയില്ല. അപ്പം ഏതൊരു പെൺകുട്ടിക്കും ആ സമയത്ത് അവളുടെ സ്വന്തം അമ്മ അടുത്ത് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലുള്ളൊരു വിഷമം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം പല രീതിയിൽ ട്രൈ ചെയ്തിട്ടും ദേ കുഡൻറ്റ് കം. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞു ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ എവിടെയോ വന്നതിൻ്റെ പേരിലാണ് എനിക്ക് ആ ഒരു സംഭവം വന്നത്. പക്ഷേ അത് ട്രീറ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ തുറന്ന് പറഞ്ഞില്ല. പുള്ളി കുറേ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് പോയി. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ എന്നിട്ട് ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ ചാടി പുറത്തിറങ്ങും പേടിച്ചിട്ട്. എനിക്ക് ലൈറ്റ് കാണുന്ന ഇഷ്ടമല്ല. അങ്ങനത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തിയപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും യു വോണ്ട് ടു ടോക്ക്, നിനക്ക് എന്നോട് സംസാരിക്കാനുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കാണ് ഞാൻ വെറുതെ കരയാണ്. എന്നാൽ എനിക്കൊരു സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടല്ല സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ബിക്കോസ് ലോഡ് ഓഫ് ഹോർമോൺസ് അവിടെ അബ്സെൻറ്റ് ആവുന്ന സമയമാണ്. എല്ലാ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന വിഷയം എൻ്റെ പേരൻസിന് ആ സമയത്ത് കാണാൻ പറ്റുന്നില്ല, മമ്മിക്ക് ആ സമയത്ത് എത്താൻ പറ്റുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മമ്മിക്ക് ഒരു കുറച്ചൊരു സിവിയർ ഒരു സർജറിയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് മമ്മീൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. ഞാനും മമ്മിയും വളരെ കുറച്ച് അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കതെല്ലാം എന്നെ ബാധിച്ചു. അപ്പോൾ ഇതെല്ലാം പ്രഗ്നൻസി ടൈമിലുണ്ടായ കാര്യങ്ങൾ ആഫ്റ്റർ ഡെലിവറി കുറച്ച് സിവിയർ ആയിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ചിലപ്പോൾ നീയും ചിലപ്പോൾ നിനക്ക് ഐ എം ദെയർ ടു സപ്പോർട്ട് യു ഓൾവേസ്, പക്ഷേ നീ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടെന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചാൽ ഖത്തറിലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ, അന്ന് ഞാൻ സൈക്കോളജി പഠിച്ചിട്ടില്ല ഞാൻ, പക്ഷേ അന്ന് ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാരോട് സംസാരിച്ചു. അന്ന് ഞാൻ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ് കഴിഞ്ഞു, എനിക്കൊരു ഹോപ്പില്ല, എനിക്ക് ഡാൻസ് കാണുന്ന ഇഷ്ടമല്ല, ഐ എം എ ഡാൻസർ ബട്ട് ഐ കനോട്ട് ഡാൻസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു മൈ സ്കൂൾ, ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ സ്റ്റുഡൻസ്, എനിക്ക് എൻ്റെ ലൈഫ് പോയി തീർന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒരാളെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അവിടുന്ന് അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ളൊരു എത്തിയ സമയത്ത് മോന് ഏകദേശം 7 months ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. എന്നിട്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് തെറപ്പീസും കാര്യങ്ങളും, മെഡിസിൻ ഒന്നും എടുക്കേണ്ടത് വന്നില്ല, ചെറിയ ചെറിയ തെറപ്പീസിലൂടെയൊക്കെ തന്നെ എനിക്ക് ആ സമയത്ത് ബെറ്റർ ആവാൻ പറ്റി. അതിനുശേഷമാണ് ഹീലിങ്ങിൻ്റെ പല മെത്തേഡ്സിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഹീൽ ചെയ്തൊരു രീതി. എന്നെ ഹീൽ ചെയ്യിപ്പിച്ച ഡാൻസാണ്. തിരിച്ച് ഞാൻ ഡാൻസിലേക്ക് വന്നു, ഡാൻസ് ചെയ്തു, കൂടുതലായിട്ട് നൃത്തമാണ് എന്നെ ഏറ്റവും കൂടുതൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം എനിക്കറിയാം നൃത്തത്തിൻ്റെ ഒരു പവർ, ഡാൻസിൻ്റെ ഒരു പവർ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ബോഡി മൂവ്മെൻറ്റ്സ് ഭയങ്കര ഒരു പവർഫുൾ ഒരു കാര്യമാണ്, മാജിക്കലാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് സൈക്കോളജി പഠിക്കണം, കുറച്ചും കൂടി ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് മനസ്സിലാക്കണം, കൂടുതൽ തെറപ്പീസ് പഠിക്കണം, കൂടുതൽ തെറപ്പീസ് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഒരു ഭയങ്കര എന്താ പറയുക, പിന്നെ ഓരോരോ കോഴ്സ് എടുക്കാൻ പഠിക്കുന്ന ഒരു ഫണ്ണായിരുന്നു, എനിക്കൊരു സന്തോഷമായിരുന്നു. ഓരോന്നും പഠിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോഴൊന്നും ഹീലിങ്ങിലേക്ക് ഞാൻ എത്തും എന്നുള്ളൊരു സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പ്രാണിക് ഹീലിങ്ങിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ദേവി ചേച്ചി എന്നെ ഇതിലേക്ക് ഗൈഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ദിസ് ഈസ് യുവർ പാത്ത് എന്ന് പറഞ്ഞിട്ട്. സോ ഈ പറഞ്ഞ പോലെ എമ്പത്തി എന്ന് പറയുന്ന സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ ഫീലിംഗ്, അവിടെ എനിക്ക് സംഭവിച്ചത് എന്താണ്, എനിക്ക് എന്തുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ട് എനിക്കത് കൂടുതൽ കണക്റ്റായി, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഭവങ്ങളും ആവണമെന്നില്ല, പക്ഷേ ഒരു ഫെസിലിറ്റേറ്റർക്ക് ആ ഒരു പവർ ഉണ്ടായിരിക്കണം. മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു എമ്പത്തി അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ എമ്പത്തി എന്നുള്ള വാക്കും സിമ്പതി എന്നുള്ള വാക്കും. ആക്ച്വലി എന്താണ് എമ്പതി, എന്താണ് സിമ്പതി? എമ്പത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഷൂസിൽ നിന്ന് അവരുടെ പെയിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എമ്പത്തി. സിമ്പത്തൈസ് ചെയ്യാന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഹീലിംഗ് വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയോട് സിമ്പത്തി കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. എനിക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ. ഈ ഹീലിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് ഈ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, എന്തിനാണ് ഒരു കുട്ടി ഹീലിങ്ങിന് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് തന്നെ അത് ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഒരു ഹീലറിൻ്റെ അടുത്ത് വരുന്നത്, ഒരു തെറപ്പിക്ക് വരുന്നത്. അത് വളരെ
വളരെ മോശം ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ ആ കുട്ടി ഒരു ഹീലറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, എന്താ ഇതൊക്കെ നിനക്ക് അങ്ങോട്ട് ക്ഷമിച്ചൂടെ, ഇത് നടന്നൊരു കാര്യം കുറച്ച് നാളായില്ലേ, അങ്ങോട്ട് ക്ഷമിക്കുക, അങ്ങോട്ട് മറക്കുക, ഇതങ്ങോട്ട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അവളുടെ തലയിൽ അത് കയറത്തില്ല, അവൾ അതിനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ചിന്തിച്ച് തന്നെ വേഴ്സ് ആക്കുവാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ അവർ എംപത്തൈസ് ഒന്നും ചെയ്യണ്ട. If they cannot hold her pain, don't tell her how to feel it, right? അവൾ എങ്ങനെ അത് ഫീൽ ചെയ്യണമെന്നത് അവളുടെ അവകാശമാണ്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി അത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ഹി ഓർ ഷീ ആരോ ആവട്ടെ, അവരതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, എത്ര ഡെപ്തിലേക്ക് അവർ ആ പ്രശ്നത്തിനെ എടുക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ഹീൽ ചെയ്യേണ്ട ടൈം എടുക്കുന്നത്. ഇത് ആർക്കും അത് നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ നിനക്ക് 6 months ടൈം തരും, നീ ഹീലാവും എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് അവരുടെ നെർവസ് സിസ്റ്റമാണ് അല്ലേ. നെർവസ് സിസ്റ്റത്തിനകത്താണ് ഇത് ഡാമേജ് സംഭവിക്കുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡിലേക്ക് കൊണ്ടുപോകാണ് ഒരു വ്യക്തിനെ. അവർക്കവിടെ ഇമോഷൻസ് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരാളെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എന്താ പറയുക റെസ്റ്റ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക, അവരെ അതിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെർവസ് സിസ്റ്റം കാം ഡൗൺ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ നോർമലായിട്ട് പെരുമാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഇപ്പോൾ ലെറ്റ്സ് സേ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം ഒരു അബ്യൂസ് ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുട്ടി, അതിനോട് പറയാണ് അത് പാസ്റ്റ് അല്ലേ, ഇത് കുട്ടി ഇത് അതിനോട് ഏറ്റുവാങ്ങിയ ആ ട്രോമ, ആ കൊച്ചു അന്നേരം ഏറ്റുവാങ്ങിയ ട്രോമ, ഈ ട്രോമയും കൊണ്ട് അത് ജീവിക്കുന്നത്. അതിനോട് പറയാണ് ഇത് പാസ്റ്റ് അല്ലേ, ഇതും കളഞ്ഞേക്ക്. ഇത് കളയാൻ പറ്റത്തില്ല. ഈ കുട്ടി ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഈ ട്രോമ അതിൻ്റെ കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്, മനസ്സിലായില്ലേ. ഇത് ഹീലായി ഈ ട്രോമയുടെ വെയിറ്റ് കുറയുന്നു, അന്നേ ആ കുട്ടിക്ക് നൂന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അതുവരെ ആ ട്രോമയും കൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ എന്തായി പറയുന്നേ? പോട്ടെ സാരമില്ല, എന്ത് പോട്ടെ സാരമില്ല. അതെ, ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന ഒരാളോട് പറയാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകളാണ്, വളരെ ക്രൂവലാണ്, മനസ്സിലായില്ലേ. അങ്ങനെ അത് വേറെ എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ യു. ഇപ്പം മാരിറ്റൽ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു ലേഡി എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി സകലതും അർപ്പിച്ചൊരു സ്ത്രീയാണ്. 100% അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് രാപ്പകലില്ലാണ്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു സ്ത്രീ. അവരുടെ ലോകം അത് മാത്രമായിരുന്നു. ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്ത് കഴിയുമ്പം ഡോണ്ട് ടേക്ക് ഹർ ഫോർ ഗ്രാൻറ്റഡ്, റൈറ്റ്? ഇത് സംഭവിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുക, പെട്ടെന്ന് പുള്ളിക്ക് മറ്റൊരു ബന്ധത്തിലോട്ട് പുള്ളി ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവരുടെ വേൾഡ് ചേഞ്ച്ഡ്. അവരുടെ ആ ലോകം മാറി. അവർ ആ സെക്കൻഡ് ഇത് കണ്ടുപിടിക്കുന്ന നിമിഷം അവരുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും ഷട്ട് ഡൗൺ ആയി, മനസ്സിലായില്ലേ. അവിടെ അവർക്ക് പിന്നെ അവരുടെ ഇമോഷൻസിനായിട്ട് സ്വയം ഡീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളോട് പറയുകയാണ്, ബന്ധുക്കളൊക്കെ കൂടി പറയാണ്, പോട്ടെ അത് സാരമില്ല, അവനൊരു മിസ്റ്റേക്ക് പറ്റി, മനസ്സിലായില്ലേ. അത് ഒരു മിസ്റ്റേക്ക് പറ്റി, അതങ്ങ് ക്ഷമിച്ച് കളാം, പോട്ടെ. ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റാണെങ്കിൽ ക്ഷമിക്കും, മനസ്സിലായില്ലേ. ഇതെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഡെത്ത് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ബിട്രയൽ ഈസ് വേഴ്സ് ദാൻ ഡെത്ത് എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഡെത്തിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഒരാൾ മരിച്ചു പോയി, നമ്മൾ ഭാര്യയെ മനസ്സിലാക്കും, ഒരു ആഴ്ച ഒരു 16 ദിവസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് അത് മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, ആ വ്യക്തി എന്നെ വിട്ടുപോയി, എൻ്റെ ഭർത്താവിനെ ജീവിതത്തിൽ സ്നേഹിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിരുന്നു, ഞങ്ങൾക്കിടയിൽ ലൈഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞു, അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി. അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഒരു ബിട്രയൽ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഹീലിംഗ് തന്നെ ആവശ്യമാണ്. അതിന് ഒരു ഹീലറുടെ അടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് കൗൺസിലിങ്ങിനോ തെറപ്പീസിനോ കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തെ ഓർത്തി കൂടെ നിൽക്കുന്ന ആൾക്കാർ പ്ലീസ് ഷട്ട് അപ്പ്, യുനോ. എനിക്കിത് ഐ ഹാവ് ടു സേ ദിസ്. നമുക്കിതൊരു വലിയൊരു പ്രഭാഷണവും നടത്താനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുട്ടിയുടെ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുക. ആ കുട്ടിക്ക് സമയം എടുത്ത് ആ കുട്ടിക്ക് ഒരു സേഫ് സ്പേസ് കൊടുക്കുക. മോളെ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഞങ്ങൾക്കറിയാം നീ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് കടന്നു പോകണേ, ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാം, ഓക്കെ, നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരാം, തെറപ്പീസ് മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. അത്രമാത്രം പറയാം. അല്ലാതെ അവിടെ പോയിട്ട് ഈ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിച്ച് ഈ കുട്ടി അത് റീട്രോമയിലേക്ക് പോവല്ലേ ആ കുട്ടി. അവൾ എന്താ, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നെ, കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവരും അനുഭവിക്കുന്ന പ്രഷറാണ്, എൻ്റെ വീട്ടിലൊരു പ്രഷറാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന സമയത്ത് പുള്ളിയും ഭയങ്കരമായിട്ട് ഗിൽറ്റ് കാരണമായിരിക്കാം, പക്ഷേ പുള്ളിയും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുവാണ്.
അപ്പം ഞാനിനി എന്ത് ചെയ്യും? ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ല കുട്ടിയെ കൊണ്ട് എത്തിക്കുന്നത്. ഹീൽ ചെയ്യാനുള്ളൊരു സേഫ് സ്പേസ് ആ കുട്ടിക്ക് കൊടുക്കുക. കറക്റ്റ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതാണ് എംപത്തി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മളവിടെ സിമ്പത്തൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അയ്യോ അങ്ങനെ എന്ത് അതൊന്നും ഇതിലൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇവിടെ ആവശ്യം എംപത്തൈസ് ചെയ്യുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, അവർക്ക് വേണ്ട സേഫ് സ്പേസ് കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, എത്ര സമയം എടുത്താണെങ്കിലും കുഴപ്പമില്ല, നീ ഇതിന്ന് പുറത്തോട്ട് പോവാ. ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി പറയേണ്ടത് എന്താണ്? ഞാൻ നിന്റെ കൂടെയുണ്ട്, എനിക്കൊരു അബദ്ധം സംഭവിച്ചു. എത്ര അപ്പോളജി ചെയ്താൽ ഇതിൽ പരിഹാരമൊന്നുമില്ല. ഈ അപ്പോളജി ഇവരുടെ തലയിൽ കയറത്തില്ല. പിന്നെ അവരുടെ തലയിൽ അവർ കണ്ട കാര്യങ്ങൾ, അവരുടെ ലൈഫ് മാറിപ്പോയ കാര്യങ്ങൾ, കാരണം ലൈഫ് മാറിയില്ലേ, ചേഞ്ച്ഡ് ഫോർ എവർ ആണ്. ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ നിന്ന് വേറൊരു സാധനം കൂടെ തലയ്ക്ക് മുകളിൽ വന്നിരിക്കുകയാണ് ഈ ട്രോമ. ഇതും കൊണ്ടുള്ള ജീവിതമാണ് ഇവർക്ക്. അത് ഹസ്ബൻഡിൻ്റെ റിപ്പീറ്റഡ്ലി ഉള്ള ആ ഒരു പുള്ളി പറയണം, ലൈക്ക് ഐ ആം ദെയർ ഫോർ യു. എത്ര ബഹളം വെച്ചാൽ ചിലപ്പോൾ ഈ അവർ സമനില തെറ്റി ബഹളം വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഹോൾഡ് ഹെർ ടൈറ്റ്ലി ആൻഡ് ടെൽ ഹെർ ദാറ്റ് ഐ ആം വിത്ത് യു. ഓക്കെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല, നീ നിന്റെ സമയം എടുത്ത് ഹീൽ ചെയ്യോ, ഐ വിൽ ബി ദെയർ. ഇതൊരു പകുതിയോളം അവർക്കൊരു ആശ്വാസം കൊടുക്കും. മനസ്സിലായി? ഇതല്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് മോളെ ഹീലാവ്, മോളെ മക്കളെ ഓർത്ത് ഹീലാവ്, കുടുംബത്തെ ഓർത്ത് ഹീലാവ്, നാട്ടുകാരെന്തോ പറയും, നീ ഇങ്ങനെ ആയി എന്തോ ചെയ്യും. ഇത് കുട്ടിക്ക് കൊടുക്കുന്ന സ്ട്രെസ് എന്തുമാത്രമാണ്. റൈറ്റ്? അടുത്തിടയ്ക്ക് ഞാൻ ഒരു NGOയിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാനൊരു ലേഡിയെ പരിചയപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയ ആവിഹിതത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ പെട്ട് ആകെ ലൈഫ് തകർന്ന് ഇനി എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം തീർന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ആ ഒരു സെറ്റപ്പിൽ ഷീ വോണ്ട്സ് ടു ഗെറ്റ് ഹീൽഡ്, പക്ഷേ എന്ത് ചെയ്താലും ഹീലാവുന്നൊരു സാഹചര്യമല്ല, ആരെന്ത് പറഞ്ഞാലും ഹീലാവുന്നൊരു അവസ്ഥയല്ല. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ഇങ്ങനെ അവസ്ഥയിൽ എത്തിച്ച ആൾ തന്നെ, അതായത് ഹസ്ബൻഡ് തന്നെ പുള്ളിക്കാരിയെ പല ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മാനസികമായിട്ട് തയ്യാറാവുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ പിരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം. ഈ ഹസ്ബൻഡിനെ പറ്റിയ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ പുള്ളി ചെന്ന അവിഹിതത്തിൽ പെട്ട ഒരാളെന്ന് പറയുന്നത്, പുള്ളി വളരെ നല്ല വ്യക്തി എന്ന് വിചാരിച്ചിട്ട് പോയി പെട്ട ഒരാൾ, ആ സ്ത്രീക്ക് ഇതുപോലെ പല ബന്ധങ്ങളുണ്ടെന്ന് പുള്ളിക്കാരൻ പിന്നെ തിരിച്ചറിയുന്നു. പുള്ളി ആകെ ഫൂളായിട്ട് പുള്ളിയുടെ സമനില തെറ്റി അത് വേറൊരു ഘട്ടത്തിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം, ഫാമിലി അന്തരീക്ഷം എന്ന് വെച്ചാൽ അത് വൈഫിനെ മാനേജ് ചെയ്യാനും പറ്റത്തില്ല, ഹസ്ബൻഡിനെ സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വളരെ ഒരു മോശപ്പെട്ടൊരു അവസ്ഥയിലുള്ളൊരു, എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത്, അവരെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടത്, നമുക്കൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ സിമ്പത്തി ഒന്നും അവിടെ ഒന്നും നടക്കുന്നൊരു വിഷയമല്ല. സിമ്പത്തൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത്. അവരോട് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ചോദിക്കുന്നത് എത്ര നാളെടുക്കും, എത്ര നാളെടുത്ത് ഇത് ഹീലാവും, എത്ര നാളിപ്പം എന്ത് ചെയ്താലും ഹീലാവും, പിന്നെ ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരുമകൾ വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ മകൻ്റെ അച്ഛനമ്മമാർ, അതായത് ഹസ്ബൻഡ് അച്ഛനമ്മമാർ പാകപ്പെട്ടിരിക്കണം. സ്വന്തം മകൾക്ക് കൊടുക്കുന്ന അത്ര സ്നേഹം പോലും അല്ലെങ്കിൽ ആ ഒരു പരിഗണന പോലും വന്നു കയറുന്ന കുട്ടി കൊടുക്കത്തില്ല. അവൾ ജഡ്ജ് ചെയ്യപ്പെടുകയാണ് ഓരോ സെക്കൻഡും. അവൾ അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ, അവൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൾ വീട്ടിൽ ഭർത്താവിനൊന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മരുമകൾ ഡെയിലി കട്ട് ചെയ്യുന്നുണ്ടോ, കുക്ക് ചെയ്യുന്നുണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഈ ഒരു വേർതിരിവ് ഇല്ലാതിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ കേസിൽ മകൻ ചെയ്ത കുറ്റത്തിനെ അവർ അംഗീകരിക്കെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് കുറച്ചും കൂടിയൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരു സപ്പോർട്ടില്ലെന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്, ഇത് വളരെ കോമണാണ് അല്ലേ? പുരുഷന്മാരാകുമ്പോൾ അങ്ങനെ ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുവും. എവിടുത്തെ ന്യായമാണ് ഇത്? ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ, ആ പെൺകുട്ടി അബലയാണെന്നുള്ളത് കൊണ്ടല്ലേ, ആ പെൺകുട്ടിക്ക് ആ ഒരു ഘട്ടത്തിൽ നിന്ന് അവൾ പുറത്ത് വന്നിട്ട് ഇത് ചോദ്യം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടല്ലേ. ഇങ്ങനെയുള്ള വളരെ വിഷമം പിടിച്ച അവസ്ഥകളിൽ നിന്നുള്ള ആൾക്കാരെ ഹീൽ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവരുടെ ആ ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് എ ലോഡ് ഓഫ് ടൈം. ഈ ഹീലിംഗ് ജേർണി എന്ന് പറയുന്ന അവർക്ക് ഇതൊരു ജേർണി തന്നെയാണ്. ഇറ്റ്സ് എ ലോഡ് ഓഫ് എഫേർട്ട്. അവർക്ക് അവർ സ്ട്രെങ്ത്, കറേജ്, ഫോർഗീവ്നെസ് ഇതെല്ലാം ഒരുപാട് അവർക്ക് ആവശ്യമാണ്. നമ്മൾ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് അവർ സേഫ് സ്പേസ് കൊടുത്ത് പിന്നെ ഹസ്ബൻഡിനെയും കൂടി ഇതുപോലെ ഹീൽ ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ ഒരുമിപ്പിച്ച് നിർത്തി ഇവരെ ഹാപ്പി ആയിട്ടുള്ള മൂഡിലേക്ക് കൊണ്ടുപോയി ഇവരെ പരസ്പരം സപ്പോർട്ട് ചെയ്യിപ്പിച്ച് ഇറ്റ്സ് ലൈക്ക് എ ലോഡ് ഓഫ് ജോബ്. മനസ്സിലായില്ലേ? അവിടെ ഈ വീട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട മിനിമം ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അല്ലേ. ആ വന്ന് കയറിയ പെൺകുട്ടി എന്ന് പറയുന്നത് മറ്റൊരു വീട്ടിലെ മഹാലക്ഷ്മിയാണ് ആ കുട്ടി. ആ വന്ന് കയറുന്ന കുട്ടിയെ, ആ കുട്ടിക്ക് വേദന ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുക അല്ലേ. ആ കുട്ടിക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത് എൻ്റെ മകൻ ചെയ്തൊരു തെറ്റിൻ്റെ മുകളിലാണ് ഉണ്ടായത്, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ 100%, നിനക്ക് ടൈം എടുത്ത് നീ ഹീൽ ചെയ്യുക, ഒരു കുഴപ്പമില്ല, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് മനസ്സിലാവുന്നുണ്ടെന്നെങ്കിലും അല്ലേ.
അതെങ്കിലും പറയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു കാര്യമാണ്, ഇതൊക്കെ വളരെ സങ്കടങ്ങളുള്ള കാര്യങ്ങൾ, വിഷമങ്ങളുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടികൾ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല അല്ലേ? കറക്റ്റ്. ഇത് എവിടെ ചെന്നാൽ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇതൊക്കെ ചില ബോധമില്ലായ്മയുടെ പ്രശ്നങ്ങളാണ്. ഈ ബോധം ഉണ്ടാവണം മനുഷ്യന്, മനസ്സിലായില്ലേ? മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അത് ബോധമായിട്ട് തന്നെ പുറത്തോട്ട് വരണം. ഒരാൾക്കൊരവസ്ഥ വരുന്ന സമയത്ത് മനുഷ്യത്വത്തോടുകൂടി പെരുമാറുക, അവരെ അതിന് ഹെൽപ്പ് ചെയ്യുക, ആ ഘട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുക. ദിസ് ഇസ് സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ബോധത്തിൻ്റെ പ്രശ്നമാണ്, മനസ്സിലായി? ഇത് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും ആൾക്കും അറിയാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷേ അവർക്ക് മനസ്സില്ല, അങ്ങനെ പെരുമാറാൻ മനസ്സില്ല. അപ്പം അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ദിസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഈ ഹീലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ തന്നെയാണ് പാട് അല്ലേ? നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് കാണുക, ഇത് ഒരുപാട് നാളെടുത്ത് ഇതിനെ ഹീൽ ചെയ്യിപ്പിക്കുക. ഇറ്റ്സ് ലൈക്ക് എ ലോഡ് ഓഫ് എഫേർട്ട്. സ്ത്രീകൾ പല വിധത്തിലുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാം. സ്ത്രീകൾ, ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ അവർക്ക് ഇത് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഹാപ്പൻഡ്, മൈ ഹസ്ബൻഡ് ഡിഡ് ഇറ്റ്, ഓക്കെ, ഇറ്റ് വാസ് ഹിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അറ്റ് ദാറ്റ് ടൈം, ഓക്കെ, ദാറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചില സ്ത്രീകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാനും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ, സോ ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് എന്ന രീതിയിൽ അവർക്കത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചില ആൾക്കാർ. ചില ആൾക്കാർക്കാണ് ഇത് വളരെ പ്രശ്നം. അവരെന്ന് വെച്ചാൽ സൂപ്പർ കമ്മിറ്റഡ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പിനകത്ത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ പെട്ടുപോകുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ഈക്വൽ ടു ഡെത്ത്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോരോ ഇൻസിഡൻസ് കാലാകാലങ്ങളോടെ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അതിങ്ങനെ കിടക്കും. അപ്പം ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഹീല് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ വ്യക്തികൾക്ക് പോലും വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പം ഈ കണക്ഷൻസ് പറയുന്ന സ്മെല്ലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു സ്മെല്ലായിരിക്കാം, ഒരു പെർഫ്യൂമിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സ്മെല്ല് പോലും നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കും. അതുപോലെ ഏത് കാര്യം വന്നു കഴിയുമ്പോഴും ദിസ് ക്യാൻ ഹാപ്പൻ എനി ടൈം. സോ ഒരു ആത്മാവിൻ്റെ ഡിസ്ട്രക്ഷനാണ് നടക്കുന്നതെന്ന് പറയുന്നത്. സോ ഇത് തിരിച്ചറിയുക, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലഘട്ടത്ത് ഇത് ഭയങ്കര കോമൺ ആണ് അല്ലേ? ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണ് അല്ലേ? എന്നാൽ മരിക്കുന്നുണ്ടോ? മരിക്കുന്നുമില്ല. മരിക്കാനും ജീവിക്കാനും പറ്റാത്ത അവസ്ഥയിൽ കൊല്ല ചെയ്യുകയാണ്. എന്തിനാണ് ഇതിന് പോകുന്നത്? കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. ഒരു കുടുംബം എന്ന് പറയുന്നത് ഭഗവാന്റെ കാരുണ്യത്തോടെ കിട്ടുന്നൊരു കാര്യമാണ് അല്ലേ? ആ ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കൂ. ഭാര്യ, മക്കള്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കൂ. ഭാര്യയോട് തുറന്ന് സംസാരിക്കൂ, ഭർത്താവിനോട് തുറന്ന് സംസാരിക്കൂ. ടേക്ക് യുവർ ടൈം, മേക്ക് ഇറ്റ് എ സേഫ് സ്പേസ്. എന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകൂ. മേക്ക് ഇറ്റ് എ ബ്യൂട്ടിഫുൾ സ്പേസ്. ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ നടന്നിട്ടുള്ളൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക. ആ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു അവിഹിതത്തിലോട്ട് പോയി. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അതിലൊരു കുറ്റബോധം തോന്നിയിട്ട് തിരിച്ചു വരാനുള്ളൊരു ഇതാണെന്ന് വിചാരിക്കുക. അതായത് തിരിച്ചു വരണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാം. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ആൾ വളരെ ഈ ഒരു രീതിയിലാണ് പെരുമാറുന്നതൊക്കെ. പുള്ളിക്കാരൻ ഇമോഷണലി വേറൊരു സ്റ്റേറ്റിലോട്ട് മാറി. അപ്പം ആ വ്യക്തിക്ക് നമ്മൾ എങ്ങനെ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം ഈ സമയത്ത് അവർ കടന്നു പോകുന്ന ഒരു ചെറിയ ഡിപ്രഷനിലൂടെ ഒരു സ്റ്റേറ്റിലേക്ക് കടന്നു പോകും. കാരണം ആ ഗിൽറ്റ്, ഷെയിം, ചെയ്തു പോയ തെറ്റിനോടുള്ള ആ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല, പുറകോട്ട് പോയിട്ട് തിരുത്താൻ പറ്റത്തില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്, മനസ്സിലായി? ആ അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ പറ്റിപ്പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കാം, സാറില്ല, ആരും കണ്ടുപിടിക്കില്ല, ഓക്കെ, ഇതൊരു സേഫ് സ്പേസ് ആണ്, എൻ്റെ വാട്സാപ്പ്, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ ചെയ്തു പോകുന്നൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മാരേജ് എന്ന് പറയുന്നത്, ഇവിടെ കമ്മിറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിനകത്താണ് അല്ലെ? ഈ ഒരു സൊസൈറ്റിനകത്ത് ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ സെൻട്രൽ പില്ലറാണ്, താങ്ങി നിർത്തുന്ന സ്ട്രെങ്ത് ആണ്. മുകളിൽ നിൽക്കുന്ന റൂഫ്, സേഫ്റ്റിയാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഘടകങ്ങളാണ് നമ്മുടെ മക്കൾ, നമ്മൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റു കാര്യങ്ങളെന്നെല്ലാം പറയുന്നത്. ഈ സേഫ്റ്റി എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയാണ് അല്ലെ? ആ ഒരു സ്ട്രെങ്ത്തിലാണ് നമ്മളൊരു കുടുംബം. ഓക്കെ, നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, സേഫാണ് അല്ലേ? ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു സേഫ്റ്റിയാണ്. അപ്പം അവിടെ എന്തെങ്കിലും ആട്ടം സംഭവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും താഴത്തെ സ്ട്രക്ചറിന് ആടുവാണ്, മുകളിൽ തന്നെ ആടുമല്ല, അതിൻ്റെ ഒപ്പം താഴെ ആടുകയാണ്. അതോടൊപ്പം ഈ സ്ട്രക്ചറിൽ വിള്ളലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊളാപ്സ് ആവുകയാണ്. കാരണം ഭാര്യ എന്ന് പറയുന്ന അവിടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയാണ്. പിന്നെ മക്കൾ എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് താഴേക്ക് ഒറ്റയടിക്ക് താഴെ വരിക ചെയ്യുന്നത്. ഈ ഒരു മൊമെൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് പലപ്പോഴും ഈ കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റി, ലോയൽറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി പലരും സംസാരിക്കില്ലായിരിക്കും. കാരണം കാലം എങ്ങനെയാണല്ലോ, കാലഘട്ടം ഒത്തിരി മാറിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ ഈ ട്രോമ അനുഭവിക്കുന്ന മക്കൾ അവരൊരു തെറ്റും ചെയ്യാണ്ട് അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന ചില നിമിഷങ്ങളുടെ തെറ്റുകൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം മക്കൾ അനുഭവിക്കുന്ന ഈ ഹെവി ട്രോമ
ഏത് കാലഘട്ടം വരെ അവരുടെ ഉള്ളിൽ നിൽക്കും എന്നറിയോ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഒരു തെറ്റാണ് മക്കളോട് നമ്മൾ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇവരുടെ ഉള്ളിൽ കടന്നുകൂടും. കുട്ടികൾ ചിലപ്പോൾ നോർമലി സ്കൂളിൽ പോകും, പഠിക്കും, കളിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഈ ഉള്ളിൽ കിടക്കുന്ന ആഘാതം ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ മോശമായിട്ട് അവരെ ബാധിക്കും. ഏതൊരു ട്രിഗറിംഗ് പോയിന്റിൽ ഇവരെല്ലാം കൂടെ എക്സ്പ്ലോർഡ് ആകും. കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചോ, ഇതെല്ലാം അനുഭവിച്ച ഒരു കുട്ടി, അവൾ ഒരിക്കലും അവളുടെ ഹസ്ബൻഡെ ട്രസ്റ്റ് ചെയ്യില്ല. ഒരു ആൺകുട്ടിയാണെന്ന് വെച്ചോ, അവൻ്റെ വൈഫിനെ അവൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യില്ല. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ അനുഭവപ്പെടുന്ന ഒരു കുട്ടികൾക്ക് നാളെ അവർ ഒന്നിനെയും ട്രസ്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ട്രസ്റ്റ് ഇല്ലാത്തൊരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദിസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അങ്ങനെ പറ്റിപ്പോയി, ഓക്കെ നമുക്കിതൊന്നും ആരുടെയും നമുക്കിതൊക്കെ പറയാനേ പറ്റുള്ളൂ. എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും ഒരേപോലെ പെരുമാറാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ സംഭവിച്ചു പോയി, കണ്ടുപിടിക്കപ്പെട്ടു, ഭയങ്കരമായിട്ട് കുടുംബം നശിച്ചു, ആകെ രീതിയിലെല്ലാം സ്പ്ലിറ്റായി 4 വഴിക്ക് പോയി. ഭാര്യയുടെ വഴിക്ക്, മക്കളെ വഴിക്ക്, പല രീതിയിൽ പോയി. ഇയാൾ അനുഭവിക്കുന്ന ഒരു നല്ല രീതിയിലുള്ള മെൻ്റൽ ടോർച്ചറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾക്കറിയാം അയാളുടെ തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അയാളുടെ മക്കളിനെ അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, ഭാര്യ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അയാൾക്ക് പഴയ വാല്യൂവിന് ഒരിക്കലും അയാളുടെ ഫാമിലി ലൈഫിൽ അയാൾക്ക് കിട്ടത്തില്ല. പഴയ ആ ഒരു ബഹുമാനം എന്നൊരു സംഗതി ഇനി അയാൾക്ക് ഒരിക്കലും അയാളുടെ ഫാമിലി ലൈഫിലില്ല. അപ്പോൾ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഭയങ്കര ടോർച്ചറാണ്. അപ്പോൾ ഇത് അംഗീകരിക്കാനും ഇതിലൊരു ബാലൻസിലേക്ക് എത്താനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഹി ഹാസ് ടു ഡെഫിനറ്റ്ലി ഗോ ഫോർ എ തെറപ്പി. പുള്ളിക്ക് സ്വന്തമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം എത്ര ആലോചിച്ചിട്ട് ഞാനിനി എന്ത് ചെയ്യലോ, ഒക്കെ ഞാൻ കുറേ പ്രായശ്ചിത്തം ചെയ്യാൻ, ഞാൻ കുറേ മാപ്പ് പറയും, ഇതുകൊണ്ടൊന്നും ഇത് സോൾവ് ആവുന്നൊരു വിഷയമല്ല. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഇത്രയൊക്കെ മാപ്പ് പറഞ്ഞിട്ടും ഇത്രയൊക്കെ ക്ഷമ ചോദിച്ചിട്ടും എൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഇത് ക്ഷമിക്കാത്തത്? അത് അവരനുഭവിക്കുന്ന സിവിയർ ട്രോമയാണ്. മനസ്സിലായി? അവരുടെ നെർവസ് സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. ഇനി അതിനെ ഒരുപാട് ഹീൽ ചെയ്ത് കാലങ്ങളെടുക്കും. ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 5 വർഷം എടുത്ത് ഹീലാവാത്ത ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അത്ര ഡീപ്പായിരിക്കും, ചിലപ്പോൾ അത്രയധികം ആഴത്തിലായിരിക്കും ഇത് ചെന്ന് പതിക്കുന്നത്. പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. എൻ്റെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്തു, ഒരു തെറപ്പിക്ക് ഞാൻ പോവുക എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തേക്കാണ് അങ്ങനെ ഒരാൾ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ മേ ബി ഐ വിൽ മേക്ക് ഹിം ടു ദ ഗ്രൗണ്ടിങ് എക്സസൈസ്. കാരണം ആദ്യം ഗ്രൗണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ, കാരണം ആദ്യം പുള്ളിയിലേക്കൊന്ന് തിരിച്ചു വരണം. ഈ ഒരു തോട്ട്സ് കാരണം, ഓവർ തിങ്കിങ്ങും മറ്റുമൊക്കെ കാരണം പുള്ളി ആകെ ഒരു പരുവായിട്ടുണ്ടാവും. ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ സേഫായിട്ട് 2 കാലും താഴെ പതിപ്പിച്ച് നിർത്തിയിട്ട് കാലും ഗ്രൗണ്ടുമായിട്ടുള്ളൊരു ടച്ചിനെ നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തിക്കുക എന്നുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടുമായിട്ടൊന്ന് അലൈൻഡ് ആവുക. നമ്മുടെ ഫുട്ട് ആ ടച്ച് നമ്മൾ കാല് പതിക്കില്ല താഴെ, അത് മനസ്സിലാക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ ടാപ്പിംഗ്. അതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്താണ് ബെനിഫിറ്റ്? അത് സ്റ്റാർട്ടിങ് ആണ്. ഇതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ. അപ്പോൾ ആ സമയത്ത് വരുന്നത് വെച്ചാൽ ഇമോഷണൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഈ ചെറിയ ഗ്രൗണ്ടിങ് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോഴൊന്നും ആദ്യമൊന്നും ഉണ്ടായിന്ന് വരത്തില്ല. ബട്ട് ആ ഒരു ഗ്രൗണ്ടിങ് നമ്മൾ പറയാണ്, ആ ഗ്രൗണ്ടഡായിട്ട് നിൽക്കൂ, ബ്രെത്തായിട്ട് അതിന് അലൈൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ തോട്ട്സിൽ നിന്ന് പുള്ളി ഒന്ന് പതുക്കെ ഒന്ന് വയർ ചെയ്യിപ്പിക്കുകയാണ്. ടു ഹിസ് ബ്രെത്ത് ടു ആ നിൽക്കുന്ന സ്ഥലത്തേക്ക്, ഗ്രൗണ്ടിങ്ങിലേക്ക് എന്നൊക്കെ ഒന്ന് പതുക്കെ രീതിയിലൊന്ന് ബ്രെത്തുമായിട്ടൊന്ന് അലൈൻ ചെയ്യിപ്പിച്ച് ഗ്രൗണ്ടിങ് ചെയ്യിപ്പിക്കുന്നതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൂവ്മെൻറ്റ് തെറപ്പിയിലാണെങ്കിൽ പുള്ളി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഹി ഈസ്. ഓരോ വ്യക്തിത്വവും പല രീതിയിൽ. ചില ആൾക്കാർ അടുക്കാത്ത ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഓക്കെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്, ഓക്കെ ഗെയിമി, അങ്ങനത്തെ പേഴ്സണാലിറ്റീസിന് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം പേഴ്സണാലിറ്റി വൈസ് ഇഫ് ഹി ഈസ് വെരി വില്ലിങ് ടു ഡു മേ ബി മൂവ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആണ് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി പതുക്കെ ഒരു റോക്കിംഗ് മൂവ്മെൻറ്റ്സ് മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയൊരു മ്യൂസിക്കിൻ്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് ഈ ഉള്ളിലുള്ള കുറേ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം എക്സ്പ്രസീവ് ആർട്ട് തെറപ്പിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പതുക്കെ പുള്ളിയുടെ തോട്ട്സിനെ ആദ്യം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ പോലെയാണ്, എത്ര പോലെ ചിന്തിച്ചാലും പുള്ളിക്കറിയാം പുള്ളി തകർത്ത പുള്ളിയുടെ കുടുംബം എന്ന് പറയുന്നത് അത് തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ ആദ്യം പുള്ളി സേഫ് ആവണം, പുള്ളി ആദ്യം സ്റ്റേബിൾ ആവണം. ഓക്കെ ഞാൻ സ്റ്റേബിളായാൽ മാത്രമേ എനിക്ക് എൻ്റെ വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുള്ളിയുടെ സ്റ്റെബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പുള്ളിയെ സ്റ്റേബിൾ ആക്കാനുള്ള എക്സസൈസുകൾ നമ്മൾ ആദ്യം കൊടുക്കും. ഇതിന് അളപത്മ മുദ്ര കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഓഫ് ദ ഹാർട്ട്, ഓക്കെ അത് ഇമാജിൻ ചെയ്തിട്ട് അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ പുള്ളിക്ക് നമ്മൾ പുള്ളിയിലേക്ക് ഒരു എനർജി പാസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ട് പുള്ളിയെ ആ തോട്ട്സിൽ നിന്ന് നമ്മളൊന്ന് പതുക്കെ ഒന്ന് റിലീസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയൊരു അഫർമേഷൻസ് പോലെ ഓക്കെ യു ആർ സേഫ്, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ, യു ആർ സ്റ്റേബിൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി ആ ലൈറ്റിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മളതിനെ റീവയർ ചെയ്യിപ്പിക്കുക. പതുക്കെ പുള്ളിയോട് സംസാരിച്ച്
ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, ഇമോഷണൽ സപ്പോർട്ട്. അത് മറ്റൊരിടത്തുനിന്നും കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഹീലറിൻ്റെ അടുത്തുനിന്നെങ്കിലും ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഭാര്യ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്, അതോടെ കഴിഞ്ഞു പുള്ളിയുടെ അസുഖം. പക്ഷേ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അതോടെ കഴിയും. പക്ഷേ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഭാര്യ അവിടെ തകർന്ന് ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീലർ ചെയ്യേണ്ടത് പുള്ളിക്ക് അതൊരു സേഫ് സ്പേസ് കൊടുക്കുക, പുള്ളിയെ സ്റ്റേബിളാക്കുക, പുള്ളിയുടെ തോട്ട്സിനെ കുറയ്ക്കുക, ഈ ഓവർ തിങ്കിങ് എന്നൊരു സംഗതിയെ കുറയ്ക്കുക. മൂവ്മെൻറ്റ്സ് വിൽ ഹെൽപ്പ്. കാരണം കുറേ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പ്രഷനും പ്രോസസ്സിങ്ങും റിലീസിങ്ങുമാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് സമയത്ത് പുള്ളിയുടെ ബോഡി ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഹി വിൽ സ്റ്റാർട്ട് റീകണക്റ്റിംഗ് ടു ഹിസ് ബോഡി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇമോഷൻസ് പതുക്കെ അവിടെ സ്റ്റേബിൾ ആവാൻ തുടങ്ങും. ഹി വിൽ ഓൺലി ഫീൽ ദാറ്റ്. നമ്മുടെ ആ കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മേ ബി ഷോൾഡറൊക്കെ കുറച്ച് റിലീസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കൈ ഉയർത്തിയിട്ടുള്ള മൂവ്മെൻറ്റ്സ്. സോ റിലീസിങ്ങിനുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ കുറേ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് ഹി വിൽ ഓൺലി ഫീൽ ദ ഡിഫറൻസ്. ഫിസിക്കലി പുള്ളി ലൈറ്റായിട്ട് ആവുന്നതായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യും, ഇമോഷണലി കാം ആവുന്നതായിട്ട് ഫീൽ ചെയ്യും, മെൻ്റലി കുറച്ചും കൂടി സ്റ്റേബിൾ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും, സ്പിരിച്വലി പീസ്ഫുൾ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. ദീസ് ആർ ദ സിംറ്റംസ്. ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഹി വിൽ ഓൺലി ഫീൽ ഇറ്റ്. പിന്നെ ഇനിയിപ്പം മൂവ്മെൻ്റ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സംഭവം. ഇപ്പം ഇഫ് യു ആസ് മീ, ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം, ബിക്കോസ് ഐ ഹാവ് ലേൺഡ് എവറിത്തിങ്. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ചില NGOസിലൊക്കെ ഐ ആം ഗോയിങ് ആൻഡ് ഡൂയിങ് ദ വോളണ്ടിയറിങ് വർക്ക്സ്. അപ്പോൾ ഞാൻ ആ സഭയെ നോക്കിയിട്ടാണ് ഞാൻ ചിലപ്പം ആ സഭയിലിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റിയും കൂടി നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഹീലിങ്ങിന് ഞാൻ എങ്ങനെയാണ് വേണ്ടത്. അത് മുദ്ര ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെ മുദ്ര ഹീലിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് കോൺസെൻട്രേഷൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ മുദ്ര ഇരുത്തിയിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരുത്തിയിട്ട് നല്ല രീതിയിൽ ബ്രെത്തുമായിട്ട് അലൈൻ ചെയ്തിട്ട് ഓക്കെ ഐ എം സ്റ്റേബിൾ, ഐ എം സേഫ്. ഓക്കെ, ഈ ഒരു റിപ്പീറ്റഡ് അഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് എവർ യു ഡു വിത്ത് 100% ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. ഹീലിങ്ങിനകത്ത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അത് 100% ഇൻറ്റൻഷനോട് കൂടി ചെയ്യിപ്പിക്കുക. അപ്പോൾ പുള്ളി ആ സ്ഥലത്തേക്ക് സ്റ്റേബിൾ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗ്രൗണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഷുഡ് നോട്ട് വാണ്ടർ അറൗണ്ട്. Be grounded first and then move and do the mudras, breath, align your breath. ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെതായ ചില സ്റ്റെപ്സോടുകൂടി കൊണ്ടുപോയിട്ട് പുള്ളി ഒരു ദിവസത്തെ പ്രോസസ്സൊന്നും അല്ല. ഹി ഓൾസോ നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വളരെയധികം സമയമെടുത്ത് ഹി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇറ്റ് ഹാപ്പൻഡ്. ഒരു ഘട്ടം എത്തുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും, ഒരു സ്പിരിച്വലി ഒരു പീസ്ഫുള്ളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് പുള്ളിക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് സംഭവിച്ചു, ഇനി ഐ ഷുഡ് ടേക്ക് ദറ്റ് കറേജ്, അല്ലേ? ആ ഒരു കറേജ് എടുത്ത് ഞാൻ എൻ്റെ ഭാര്യയെ 100% സപ്പോർട്ട് ചെയ്ത് അവളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ മക്കളെ 100% സപ്പോർട്ട് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ബിക്കോസ് എൻ്റെ ലൈഫാണ്, ഞാൻ മൂലം ഉണ്ടായ ഒരു തെറ്റാണ്. അപ്പം ഈ ഒരു തിരിച്ചറിവ് പുള്ളിക്ക് നമ്മൾ ഹീലിങ്ങിലൂടെ കൊടുക്കുക, പുള്ളിയെ സ്റ്റേബിളാക്കുക, പുള്ളിക്ക് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുക. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു. എന്താണ് ആക്ച്വലി മുദ്ര, അതെങ്ങനെ വർക്ക് ആവുന്നത്? മുദ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ, നമ്മുടെ വിരലുകളിൽ ഡെൻസ് ക്ലസ്റ്റേഴ്സ് ഓഫ് നെർവ് എൻഡിങ്സ് ആണ് ഉള്ളത്. ഈ നെർവ് എൻഡിങ്സ് എല്ലാം തന്നെ നമ്മുടെ പല ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം തമ്പ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ്, ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് എയർ എലമെൻ്റ് ആണ്, മിഡിൽ ഫിംഗർ സ്പേസ് എലമെൻ്റ് ആണ്, ഈ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ്, ഈ ചെറിയ ഫിംഗർ എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇത് റെസ്പിറേറ്ററി സിസ്റ്റം, ഇത് മൈൻഡ് ആൻഡ് കോൺഷ്യസ്നെസ്, ഇത് നെർവസ് സിസ്റ്റം ആൻഡ് ഇത് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇങ്ങനെ ഓരോന്നും ഓരോ സിസ്റ്റത്തിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ ഈ മുദ്രകൾ നമ്മൾ പല രീതിയിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ മുദ്രകളെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ദാറ്റ് ഈസ് ഹൗ മുദ്ര വർക്ക്സ്. നമ്മുടെ ഈ മുദ്രകൾ നമ്മളിങ്ങനെ കോൺഷ്യസ്ലി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ അത് കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും നമ്മൾ ഒരു മുദ്ര പോലും ഞാൻ ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയ കാര്യം പറഞ്ഞിട്ട് മുദ്ര ചിന്തിച്ചുകൊണ്ട് ദാറ്റ് വിൽ നോട്ട് വർക്ക്. നമ്മൾ എന്ത് കാര്യത്തിനാണോ ചെയ്യുന്നത് ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ദിസ് ഇസ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. ഇപ്പം എനിക്ക് വേണ്ടത് കോൺസെൻട്രേഷനാണ്. അല്ലെങ്കിൽ ഞാനിപ്പം ഓഫീസിലിരിക്കുന്ന എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ വോണ്ട് ടു ഡു ഹഗിനി മുദ്ര. ഹഗിനി മുദ്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറയണം I am centered, I have the concentration to do the work, either whatever you want to do. അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മീറ്റിംഗ് വരുന്നുണ്ട്, I will ace it, അല്ലെങ്കിൽ I will nail the meeting, അല്ലെ I am going to do it beautifully. ഇത് പറഞ്ഞുകൊണ്ട് ആ ഒരു അഫർമേഷൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് വെൻ യു ഡു ദ മുദ്ര, ഈ മുദ്രാസ് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല രീതിയിലാണ് ഇത് നമ്മുടെ ബ്രെയിൻ ഹെമിസ്ഫിയേഴ്സിലും അതുപോലെ തന്നെ ബോഡി ഓർഗൻസിലും മാറ്റങ്ങൾ വരുത്തുന്നത്. അതിനുള്ള ചിട്ടപ്പെടുത്തിയ മുദ്രകളുണ്ട്. ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം മുദ്രാസിൽ ഓരോ മുദ്രയ്ക്കും അതിൻ്റെതായ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഈ ഓരോ മുദ്രയുടെയും പതാക മുദ്ര, ത്രിപതാക മുദ്ര, അർത്ഥപതാക മുദ്ര, മയൂര മുദ്ര, അർത്ഥചന്ദ്രൻ, ഇതിനെല്ലാത്തിനും തന്നെ അതിൻ്റെതായ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരു
ഒരു പ്രത്യേക ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അത് തന്നെയാണ് വരുന്ന ആൾക്കാർക്ക് ഞാൻ ഇപ്പം അങ്ങനെ വേണ്ടവരാണെങ്കിൽ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. താന്ത്രിക് മുദ്രാസ് യൂസ് ചെയ്തിട്ടുള്ള ഹീലിങ്ങും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഹൗ മുദ്ര വർക്ക്സ്. മുദ്ര ഭയങ്കര പവർഫുൾ ആണ്. ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരുടെയും ലൈഫിൽ പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാവാം, ടെൻഷൻ വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ ഒരു സ്ട്രെസ് പെട്ടെന്ന് വരാം. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മുദ്രാസ്, ലൈക്ക് സിമ്പിൾ ടിപ്സ്. ഞാനിപ്പോൾ പറഞ്ഞ ഹാക്കിനി മുദ്ര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പല ഇൻ്റർവ്യൂസിലൊക്കെ പലരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇന്ന കുറച്ചൊരു ഹയർ കോൺഷ്യസ്നെസ്സോട് കൂടി ഇരിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി സിറ്റിംഗ് ലൈക്ക് ദിസ്. ഇസ് ഹാക്കിനി മുദ്ര. ദിസ് ഇസ് എ വെരി പവർഫുൾ മുദ്ര. കാരണം നമ്മുടെ മുദ്രകളെല്ലാം തന്നെ മുകളിലോട്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രം നമ്മൾ മുകളിൽ നമ്മുടെ ഹയർ സ്പിരിച്വൽ ലെവലായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ എല്ലാ ഫിംഗർ ടിപ്സും കൂടെ ഒരുമിച്ച് കണക്റ്റ് ആവുന്ന സമയത്ത് ഓൾ ദി എലമെൻറ്റ്സ് ആർ ടച്ചിങ് ടു ഈച്ച് അതർ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും, നമ്മുടെ ടെൻഷനെ കുറയ്ക്കും, നമ്മുടെ സ്ട്രെസ്സിനെ റിലീവ്, നമുക്ക് അവിടെ കോൺഫിഡൻസ് തരും. ഇതെല്ലാം തന്നെ ചേർന്നിട്ടുള്ള മുദ്രയാണ് ഹാക്കിനി മുദ്ര. അതിനെന്തെങ്കിലും രീതിയുണ്ടോ? ഒന്നുമില്ല, ജസ്റ്റ് അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, എനിക്ക് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ അടുത്ത നിമിഷം ഞാൻ ഐ ഹാവ് ടു ഡു മൈ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വാട്ട് എവർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഫർമേഷൻ ഉണ്ടല്ലോ, ഞാൻ ഐ എം ഗോയിങ് ടു ഡു ദിസ് പെർഫെക്റ്റ്ലി ആൻഡ് ദിസ് ഇസ് ഐ എം ഗോയിങ് ടു ഈസ് ദിസ് ടുഡേ ആൻഡ് ടുഡേ ഈസ് മൈ ഡേ. ഓക്കെ, ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ ഇത് ചിന്തിച്ചുകൊണ്ട് വെൻ യു ഡു ദിസ്, ഇത് ഭയങ്കര പവർഫുള്ളാണ്. കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം മനസ്സിലാവും. മേ ബി ആ സ്ട്രെസ് ലെവലിൽ നിന്നൊക്കെ പതുക്കെ 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 പുറത്ത് വരുന്നൊരു ഫീലിംഗ് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൃദയമുദ്രയാണ്. ഹൃദയമുദ്ര ദിസ് ഇസ് ഓൾസോ വെരി പവർഫുൾ മുദ്ര. ഈ ഹൃദയമുദ്ര കൊടുക്കുന്ന സമയത്ത് ഇമോഷണലി സ്റ്റേബിൾ ആവാൻ പറ്റും. ഇപ്പോൾ കുറച്ച് നേരം പറഞ്ഞില്ലേ, പെട്ടെന്നൊരു സ്ട്രെസ് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഹൃദയമുദ്ര ഇസ് ഓൾസോ വെരി. ഇൻഡെക്സ് ഫിംഗർ നമ്മുടെ തമ്പിന് താഴെ വെച്ചിട്ട് ഈ സ്പേസും എർത്തും കൂടി നമ്മുടെ ഫയറിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. അതെ, ദിസ് ഇസ് ദ മുദ്ര. സോ ഈ മുദ്ര പിടിച്ചാൽ ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, എപ്പോഴാണോ നിങ്ങൾ റിലീവ്ഡ് ആവുന്നത്, ആ ഒരു സ്ട്രെസ് ചെയ്ത് എത്ര നേരം വെച്ച് റിലീവ് ആവുന്നു അതനുസരിച്ച് മുദ്രകൾക്ക് ഒരു 15 മിനിറ്റ് ടൈമെങ്കിലും കൊടുക്കണം. ചുമ്മാ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചെന്ന് വെച്ചാൽ വേഗം ഇൻസ്റ്റൻ്റ്ലി ഒന്നും ഇൻസ്റ്റൻ്റ് അല്ല, ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സ് ഇല്ല. എല്ലാ തരം ഒരു നമുക്കൊരു റിസൾട്ട് വരുന്നതിനും സമയമെടുക്കും. സോ മുദ്രകൾക്കൊക്കെ ഒരു മിനിമം 15 മിനിറ്റ് എങ്കിലും കൊടുക്കണം. പിന്നുള്ളത് വരുണമുദ്ര. വരുണമുദ്ര ഇസ് ഓൾസോ വെരി പവർഫുൾ മുദ്ര. ഇതും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുണമുദ്ര ഇസ് ഓൾസോ വെരി എഫക്റ്റീവ്. വിമൺ അല്ലെങ്കിൽ അമ്മമാർ പ്രസവം കഴിഞ്ഞപ്പോൾ യു സെഡ് പോസ്റ്റ് പാർട്ടത്തിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം സ്ത്രീകൾക്ക് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ ഇത് എങ്ങനെയായിരിക്കും ബെനിഫിഷ്യൽ ആവുന്നത്? ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ദ ടീനേജേഴ്സ് ബിക്കോസ് അതൊരു വലിയ വിഷയമാണ് ഇന്നത്തെ കാലത്ത്. എനിക്കൊരു ടീനേജ് മോൾ ഉള്ളത് കൊണ്ട് എൻ്റെ മോൾക്ക് 13 വയസ്സാണ്. അപ്പം പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന കാര്യങ്ങളാണ് പലതും കേൾക്കുന്നത്. അപ്പോൾ മോളുടെ കാര്യമായിട്ട് നിൽക്കട്ടെ, അവൾ വലിയ പ്രശ്നമില്ല, അവൾ ഒരുവിധം കുഴപ്പമില്ലാതെ നിൽക്കുന്നൊരു കുട്ടിയാണ്. വേറെ ചില ടീനേജ് കുട്ടികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയമൊക്കെയാണ് തോന്നുന്നത്. കാരണം അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒരു ഭയങ്കര പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സെഫോറ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് മേക്കപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല, അവർ എത്ര യൂസ് ചെയ്താലും അവർക്ക് മതിയാവുന്നില്ല. ബിക്കോസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ റീൽസ് കണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള റീൽസ് അല്ല അവർ കാണുന്നത്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം പേരൻസ് കൊടുക്കേണ്ട ഹൈ ടൈമായി. മനസ്സിലായില്ലേ? കുട്ടികൾ അവരുടെ പ്രായത്തിനൊത്ത കാര്യങ്ങൾ കാണാൻ അവരെ പ്രചോദനം കൊടുക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ മേക്കപ്പ് സാധനങ്ങൾ കണ്ട് അവർ വിചാരിക്കുന്നത് ഓക്കെ അവർക്ക് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ലിപ്പ് പ്ലംപ് ചെയ്യുന്ന രീതിയിൽ കണ്ണിലടിയിൽ ഡാർക്ക് സർക്കിൾസ്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 10th ഡാർക്ക് സർക്കിളിൻ്റെ ബഹളമായിരുന്നു അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത് അംഗീകരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അവരപ്പോൾ തന്നെ കൺസീലർ ഇടുന്നു, കവർ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്താലും അവർക്ക് മതിയാവുന്നില്ല. അപ്പം ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പീർ പ്രഷറാണ്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അവർ ഫേസ് ചെയ്യുന്നത്. മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ഡാർക്ക് സർക്കിൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര നാണക്കേടാണ്. ക്ലാസ്സിൽ കളിയാക്കാണ് കുട്ടികൾ. ഇടയ്ക്ക് എന്നൊരു കുട്ടി പറഞ്ഞ കാര്യമാണ്, ലിപ്പ് പ്ലംപ് ചെയ്ത് ഇങ്ങനെ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ സേ ദാറ്റ് യു കാൻറ്റ് യു കവൻ ഗെറ്റ് എ ലിപ്പ് ഇഞ്ചക്ഷൻ. ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ പറഞ്ഞേ അവൻ അങ്ങനെ ചോദിക്കും ക്ലാസ്സിലെ കുട്ടികൾ. അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ അതിനുള്ള ഏജ് ആയില്ലല്ലോ മോൾക്ക്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബട്ട് ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ ആർ ആസ്കിങ്. ദിസ് ലൈക്ക് ഫീലിംഗ് വെരി ഇൻസെക്യൂർഡ്. വി അണ്ടർസ്റ്റാൻഡ്. കാരണം കൊച്ചുങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ഈ നമ്മളൊന്നും കഴിഞ്ഞു പോയൊരു കാലഘട്ടമല്ല ഈ ജെൻസി കുട്ടികളെന്ന് പറയുന്നത്. അവർക്ക് താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്സിലൂടെയാണ് ആ കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് പറയും? വീട്ടിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല. വീട്ടുകാർ കേൾക്കാൻ തയ്യാറല്ല. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരെ ഇന്ന് കേൾക്കാൻ ആരുമില്ല. അച്ഛനമ്മമാരൊക്കെ ജോലിയിലൊക്കെ പല തിരക്കുകളിലായിരിക്കും. മേ ബി ഹൗസ് മെയ്ഡൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുക. അവരോടൊക്കെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിടും. കുട്ടികളെ ശരിക്കും പ്രോപ്പറായിട്ട് കേൾക്കാൻ, അവർക്ക് ഇതിനൊക്കെ ഒരു സമാധാനം കൊടുക്കാനായിട്ട് പേരൻസിനൊന്നും സമയമില്ല.
സമയം കണ്ടെത്തിയേ മതിയാവുള്ളൂ. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്, മനസ്സിലായില്ലേ? ഈ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു ഇഷ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാനിടയായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. വീട്ടിൽ അമ്മ വളരെ വാല്യൂസ് പറഞ്ഞു കൊടുത്താണ് മോളെ വളർത്തിയത്. മോളെ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ വാല്യൂസ് കൊടുത്ത് വളർത്തിയൊരു കുട്ടി, വളരെ പ്രാർത്ഥനയും ഒക്കെ ഉള്ളൊരു വീട്ടിലെ വളരെ റിലീജിയസ് ആയിട്ട് വളർന്നൊരു കുട്ടി പെട്ടെന്ന് ഒരു സ്കൂൾ മാറി ഒരു പുതിയ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി കാണുന്ന വേറൊരു വലിയ ലോകമാണ്. എന്ന് വെച്ചാൽ അവിടെ ഡേറ്റിംഗ് നടക്കുന്നു. ചെറിയ ക്ലാസ്സാണ്, ഓക്കെ, ഞാൻ 7th 8th എന്നൊക്കെ പറയുന്ന ക്ലാസ്സാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ഡേറ്റിംഗ് നടക്കുന്നു. കുട്ടികൾ വളരെ വർണ്ണാഭമായിട്ടുള്ളൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത്, വെരി കളർഫുൾ. എന്ന് വെച്ചാൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നു, രഹസ്യങ്ങൾ പറയുന്നു, സന്തോഷിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നു. ഈ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയാണ്. വീട്ടിൽ എന്നെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തിയത്, പക്ഷേ ഞാൻ ചെന്ന സ്കൂളിൽ ഭയങ്കര അടിപൊളിയാണല്ലോ, അവർക്കൊക്കെ ഭയങ്കര സൂപ്പർ ലൈഫാണല്ലോ. എൻ്റെ വീട്ടുകാർ എന്നെ ഒരുമാതിരി വളർത്തി, എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഒരു ഫ്രീഡം ഇല്ലാണ്ടാക്കി, എനിക്ക് വേണ്ട പല സന്തോഷങ്ങളും നശിപ്പിച്ച് എന്നെ ഇങ്ങനെയാണ് വീട്ടിൽ വളർത്തി വെച്ചിരിക്കുന്നത്. അപ്പം കൊച്ച് ഭയങ്കര പ്രശ്നത്തിലാണ്. അവൾ എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു ട്രോമയിലാണ്. കാരണം ഈ ഒരു അവസ്ഥ കാരണം അവൾക്ക് സ്കൂളിൽ എല്ലാവരും ചോദിക്കുന്നു, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ? ഓ, ദാറ്റ്സ് ഷെയിം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടി ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാം. വീട്ടുകാരോട് പോയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്. അവരോട് പലതും അമ്മ ഒരു പ്രശ്നം ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ, ഇന്ന് പലട്ട് ലേറ്റായി, നീ കിടന്നുറങ്ങും, നാളെ ആവട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ എനിക്ക് തോന്നുന്ന കുട്ടി എന്തോ സംസാരിക്കാൻ ട്രൈ ചെയ്ത സമയത്ത് അച്ഛനമ്മമാർ തമ്മിലുള്ള ഒരു എന്താ കെമിസ്ട്രി അങ്ങോട്ട് വർക്കായില്ല. അത് വലിയ വിഷയമായിട്ട് മാറി. ഇത് അവസാനമാണ് ആ കുട്ടി ഇങ്ങനെ ഒരു തെറപ്പി പോലെ വേണ്ടി വന്നു, ഒരു കൗൺസിലിംഗ് പോലെ ആ കുട്ടിക്ക് വേണ്ടി വന്നു. തെറപ്പി അല്ല, സോറി, കൗൺസിലിംഗ് പോലെ വേണ്ടി വന്നു. ആ കുട്ടി എൻ്റെ അടുത്തല്ല വന്നത്. ഇത് ഞാൻ കേട്ടൊരു കേസാണ്, എൻ്റെ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് വന്നൊരു കാര്യമാണ്. അപ്പം ഈ കുട്ടി എൻ്റെ അടുത്താണ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടിയുടെ അമ്മമാരെ അച്ഛന്മാരെ ആയിരിക്കും ആദ്യം വിളിപ്പിക്കുക, അല്ലേ? വിളിപ്പിച്ചിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഈ കുട്ടി ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ഷീ ഈസ് വെരി സെൻസിറ്റീവ്. അതുകൊണ്ടല്ലേ ആ കുട്ടി ആ വിഷയത്തിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവൾക്ക് ആ സമയത്ത് കുറേ ഉപദേശമോ കുറേ ജഡ്ജ്മെൻറ്റോ ഒന്നും അല്ല അവിടെ ആവശ്യം. അവിടെ ആ സമയത്ത് ആ കുട്ടിക്ക് ആകെ ആവശ്യം നിങ്ങളൊന്ന് കേൾക്കുക എന്നുള്ളതാണ്. അവളുടെ പ്രശ്നങ്ങൾ അവൾ ഈ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് പലതും പറ്റുന്നില്ല, പല സന്തോഷങ്ങളും എനിക്ക് പറ്റുന്നില്ല. അച്ഛനമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് കേൾക്കുക, ജസ്റ്റ് ബ്രീത്ത്, റിലാക്സ്. ഓക്കെ, ശരിയാ, നിങ്ങളുടെ മക്കൾ എങ്ങും പോയിട്ടില്ല, ഒന്ന് കേൾക്ക് ഫസ്റ്റ്. ഇരുന്നൊന്ന് കേട്ട ശേഷം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം എന്തായിരിക്കും? ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത്, ഈ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്സിനെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പം മോള് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പെട്ട് കഴിഞ്ഞാൽ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന പൊസസീവ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതെടുക്കാൻ ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ? ഡെയിലി ലൈഫിൽ നിൻ്റെ പാർട്ട്ണർ ചിലപ്പോൾ പറയും, അവനോട് മിണ്ടരുത്, ഇവനോട് മിണ്ടരുത്, മറ്റവനോട് മിണ്ടരുത്. ഈ സ്ട്രെസ്സ്, എക്സാം സ്ട്രെസ്സ് വേറെ, പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സ് വേറെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉള്ള പൊസസീവ്നെസ്സിൻ്റെ സ്ട്രെസ്സും കൂടെ എടുക്കുക. ഫ്രണ്ട്ഷിപ്സ് ഒരു സാധനം ഉണ്ടാവില്ല. നീ അവന് മാത്രമായിട്ടുള്ളൊരു സ്കൂൾ കാലഘട്ടം സ്ട്രെസ്സും ടെൻഷനും എടുത്ത് ഒരു ഡാൻസിന് പോകാൻ പറ്റില്ല, പാട്ടിന് പോകാൻ പറ്റില്ല, ഇതൊക്കെ എക്സ്ട്രീം പ്രശ്നങ്ങളായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് 10th കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കപ്പ് കഴിഞ്ഞ് ഇല്ലേ? അതോടെ സ്കൂൾ കാലഘട്ടം കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയി തീർന്നു പോയി. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോളെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലവും പിന്നോട്ട് ചിന്തിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം മേക്ക് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ദിസ് ഇസ് എ ടൈം ടു മേക്ക് ഫ്രണ്ട്സ്. അല്ലാതെ ഈ സമയത്ത് ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ആൻഡ് മോൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഓക്കെ, ഓക്കെ, ഡേറ്റിംഗ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് എന്താ പറയുന്നത്, മോളുടെ ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക ആദ്യം. ആ ഒരു വ്യക്തിത്വം വളർന്നു കഴിഞ്ഞ് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും മോളൊരു കോളേജിലൊക്കെ എത്തി, ആ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ സമയത്തൊക്കെ യു വിൽ ഫൈൻഡ് സം വൺ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ദിസ് ഇസ് മൈ പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് എനിക്ക് മേ ബി ഐ ക്യാൻ ഹാവ് ഒരു റിലേഷൻഷിപ്പ്. അപ്പം അന്നേരം മേ ബി വി ക്യാൻ ഓൾസോ സപ്പോർട്ട് ആൻഡ് വി ക്യാൻ ടോക്ക് ടു ഹിസ് പേരൻസ് ആൻഡ് ദോസ് തിങ്സ് ക്യാൻ ഹാപ്പൻ. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ടൈം. ഓക്കെ, വി ആർ ദെയർ ഫോർ യു, വി വിൽ സപ്പോർട്ട് യു, ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല, പക്ഷേ ദിസ് ഇസ് നോട്ട് ദ ടൈം. ബ്യൂട്ടിഫുള്ളി പറഞ്ഞ ആ കുട്ടിയെ തിരുത്തേണ്ടതിന് പകരം അതിനെ അടിച്ച് പിടിച്ച് എന്താടി നീ പറഞ്ഞ, നീ വീട്ടിലിങ്ങനെയല്ലേ അങ്ങനെയല്ലേ, ഈ കുട്ടി എവിടെ അടങ്ങാനാണ്? അതിൻ്റെ ഉള്ളിൽ ഒരു വാശിയും വൈരാഗ്യവും എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ പേരൻസിന്. എൻ്റെ ഫ്രണ്ട്സിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ കുട്ടികൾക്കൊരു വാശിയാണ്, എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കണം, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, അപ്പോൾ എൻ്റെ പേരൻസിനെ വിട്ടിട്ട് ഞാൻ പോകും. അപ്പോൾ ഒരു 10th ക്ലാസ് കഴിയുമ്പോൾ ആരുടെങ്കിലും കൂടെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക.
നമ്മുടെ കുട്ടികളാണ് അല്ലേ, നമുക്കല്ലേ അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം അവരോട് ഇരുന്ന് സംസാരിക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ സ്നേഹത്തോടെ അവരെ അംഗീകരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അങ്ങോട്ട് ഉപദേശിക്കുക. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഉപദേശമൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. അവരെ ഉപദേശിക്കാതിരിക്കുക, പക്ഷെ പറഞ്ഞു കൊടുക്കുക വളരെ ഫണ്ണായിട്ടൊക്കെ. ഇങ്ങനെയൊക്കെയാണ് സ്കൂൾ കാലഘട്ടം, ഇതാണ് എൻ്റെ ഭംഗി, ഇതാണ് എൻ്റെ നെഗറ്റീവ് സൈഡ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പം വാട്ട് യു വോണ്ട് യു ക്യാൻ ചൂസ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീനേജ് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിനോട് ചോദിച്ചൊരു കാര്യം, സ്ത്രീകളുടെ കാര്യം. സ്ത്രീകൾ ഒരുപാട് ഇമോഷണൽ ബേർഡൻസ് എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സ്ത്രീകളാണ് ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കണം. ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ഹോംവർക്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, സ്കൂളിലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് നോക്കണം, ഹസ്ബൻഡ് ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വന്ന് പറയുമ്പോൾ അതിന് കേൾക്കാനിരുന്ന് കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ പലരും ഇത് വളരെ സൈലൻറ്റ് ബാറ്റിലാണല്ലോ. എൻ്റെ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സൈലൻ്റായിട്ട്, ഈ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വലുതാണെങ്കിൽ ഇത് പുറമേ നിന്ന് കാണുന്നവർക്ക് ഒരു സൈലൻറ്റ് തിങ്ങാണ്. എന്ന് വെച്ചാൽ അത് വലിയ ജോലിയൊന്നുമില്ല, വീട്ടമ്മയല്ലേ, വീട്ടമ്മയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ലല്ലോ. അങ്ങനെയല്ല, ഒരു വീട്ടമ്മയായിട്ടിരിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു ജോലിക്ക് പോകാമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി ഒരു ജോലിക്ക് പോകുന്നു, അവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത്ര കാര്യങ്ങൾ ചെയ്യണം, തീർക്കണം, അത് കഴിഞ്ഞ് തിരിച്ചെത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത്യാവശ്യം സ്ട്രെസ് ഓഫീസിലെ കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും. അതിപ്പം സ്ട്രെസ് ഇല്ലാത്തൊരു ലൈഫ് ആരുടെയും ജീവിതത്തിലില്ല. അത് വേറെ സാധാരണക്കാരുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള സ്ത്രീകളുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. നമുക്കെല്ലാം അറിയാം, ഒരു മാസത്തിൽ തന്നെ പല രീതിയിലുള്ള. അപ്പം അവർക്ക് പല കാര്യങ്ങളും പലപ്പോഴും പല രീതിയിലായിരിക്കും പലതും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡ് വന്ന് നോർമലി ഒരു കാര്യം പറയുന്നതും ചിലപ്പോൾ അടുത്ത ദിവസം നോർമലി പറയുന്ന കാര്യങ്ങൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതും ഇതെല്ലാം ഹോർമോൺസിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതെടുക്കുന്ന ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ചധികമാണ്. ഇവർക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണലി അവർക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, അവർക്കൊന്ന് കണക്ഷൻ അല്ലേ, അത് ഹസ്ബൻഡുമായിട്ടൊരു നല്ലൊരു ഇമോഷണൽ കണക്ഷൻ, മക്കളുമായിട്ട് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ, അവർക്ക് വേണ്ടത് സൊസൈറ്റിയുമായിട്ട് നല്ല ഇമോഷണൽ കണക്ഷൻ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, രാവിലെ ഹസ്ബൻഡ് ഇറങ്ങി പോകുന്നു, രാത്രി ഹസ്ബൻഡ് കയറി വരുന്നു, എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്കുന്നു. ഇവർക്ക് സംസാരിക്കാൻ ആരുമില്ല, ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇവർക്കില്ല. ഇവർക്ക് മക്കളുമായിട്ടും അധികം സമയം സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് തോട്ട്സും ആവശ്യമില്ലാത്ത അൺനെസസറി. അതിൻ്റെ കൂടെ ഇവർ ചെയ്യുന്ന സൈലൻ്റായിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വീട്ടിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഷീ ഈസ് ഗെറ്റിംഗ് ടയേർഡ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുനാൾ തൊട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെയും ഉള്ളിലുണ്ടാവും. ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിലായിരിക്കും ഇതൊക്കെ പുറത്തോട്ട് വരുന്നത്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സമയത്ത് അങ്ങനെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ടെൻഷൻസ് ആയിട്ടായിരിക്കും ഇത് പുറത്തോട്ട് വരുന്നത്. ഈ ആങ്കർ, ഫ്രസ്ട്രേഷൻ, എന്താ പറയുന്നത്, ഗിൽറ്റ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവർക്ക് പ്രോസസ്സ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇവർ ബേസ്റ്റ് ഔട്ട് ആവും. ആവുന്ന സമയത്ത് ഹസ്ബൻഡ്മാർ വിചാരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും നാഗിങ് ആണ്, ആവശ്യമില്ലാത്ത വഴക്കാണ്, വീട്ടിലെ പ്രശ്നമാണ്. ഇതങ്ങനെയല്ല. ഇവരോടൊന്ന് ഇരുന്ന് നന്നായി സംസാരിച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന ചില പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. സ്ത്രീകൾ അത്ര സിമ്പിളാണ്, മനസ്സിലായില്ലേ, വളരെ സിമ്പിളാണ്. അവർക്ക് സമയം കൊടുക്കുക, അവർക്കൊന്ന് അറ്റൻഷൻ കൊടുക്കുക. അറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഷൻ കൊടുക്കുക, സമയം കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടൊരു സേഫ് സ്പേസ് കൊടുക്കുക. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് നേരം അവരോട്ടിരുന്ന് സംസാരിക്കുക. ഹൗ വാസ് യുവർ ഡേ, ചോദിക്കുക. ഇന്നത്തെ ദിവസം നീ എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നിനക്ക് എന്തെങ്കിലും ഓവർവെൽമിംഗ് ആയിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണോ, ഇത്രയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ. അത്ര കാര്യങ്ങളിൽ തന്നെ ഇവർ വളരെ ബെറ്റർ ആവും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് ഇവരിതൊക്കെ ഒരുപാട് ആഗ്രഹിക്കും. ഹസ്ബൻഡിനോട് പറയുന്ന സമയത്ത് പല ടെൻഷനിൽ നിന്ന് വരുന്ന അദ്ദേഹം എന്താ വിചാരിക്കുക, ഓക്കെ എനിക്ക് വീട്ടിൽ വന്ന് കയറാൻ നിവർത്തിയില്ല, വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇവളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഇത് ഭയങ്കര ക്ലാഷിംഗ് ആണ്, മനസ്സിലായിട്ട് ഒരു വീട്ടിനകത്ത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹസ്ബൻഡും വൈഫും പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഭാര്യമാരുടെ പല സ്ട്രെസ്സുകളും കുറയ്ക്കാൻ പറ്റും. അത് പറയുമ്പോൾ ഹസ്ബൻഡ്മാർക്ക് സ്ട്രെസ് ഇല്ലേ, പുരുഷന്മാർ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ, അവർക്ക് വേണ്ട ഇമോഷണൽ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലരും പറയാത്തൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത് എന്താ, നീ ഒരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയാകുമ്പോൾ എന്താ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, കരയാൻ പോലും സ്വാതന്ത്ര്യമില്ല, കരയാൻ പാടില്ല. അയ്യോ കരയോ, ആൺകുട്ടികൾ കരയോ, കുട്ടികളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണല്ലേ. ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ, കരയാൻ പാടില്ല. അവർക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അവനെല്ലാം സഹിച്ചോളും, അവർ ആ വീട്ടിലെ പുരുഷനാണല്ലോ, അവനെല്ലാം സഹിച്ചോളും. അങ്ങനെയല്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്ക് ആവശ്യം അവരെ കേൾക്കാനൊരു വ്യക്തിയായിരിക്കും ആവശ്യം, അല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ക്ഷമയോട്ടിരുന്ന് കേൾക്കാനൊരു, സ്ത്രീകൾക്ക് എന്താ സംഭവിക്കുന്നത്, ഒരുപാട് സംസാരിക്കും, അല്ലേ. ഇവർക്ക് ഒരുപാട് സംസാരിക്കാനാണ് ആവശ്യം.
പുരുഷന്മാർക്ക് വേണ്ടത് അവരെ കേൾക്കാൻ ആരെയാണ് ആവശ്യം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ റെഗുലേഷൻ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാർക്ക് അവരെ കേൾക്കാൻ ഒരാൾ ആവശ്യമാണ്. അവർ ഓഫീസിലൊരു സ്ട്രെസ്സ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ ഇരുന്ന് സംസാരിക്കാനൊരു സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ വീക്കെൻഡ് സമയത്തെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ആകുന്ന സമയത്ത് ഈ എക്സ്പ്രഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? നമ്മളിപ്പം വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ പറയുന്ന തെറപ്പീസും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരിക. അത്രയിലേക്കൊന്നും എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് ഇറ്റ് ത്രൂ വേർഡ്സ് അല്ലേ? സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം, സ്നേഹത്തിലൂടെ നമ്മൾ ഗിവിങ്ങിലൂടെ, അറ്റൻഷനിലൂടെ, ചില സർപ്രൈസസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഫാമിലി ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾ ഒരുപാട് ഇതുപോലെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടൊരു ടോപ്പിക്കാണ്, സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത്, വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അത് എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ പിന്നിലെ കാര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമില്ല. ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർ വീട്ടിൽ കിട്ടാതെ വരുമ്പോഴാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ യുഗത്തിൽ ഇത് വളരെ ഹാൻഡിയാണല്ലേ, നമ്മുടെ ഒരു പഴയൊരു സുഹൃത്തിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ കയ്യിലിരിക്കുവാണ്, പണ്ടത്തെ കാലം കൂട്ടല്ല. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ ഫേസ്ബുക്കിൽ പോകുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നു, പെട്ടെന്നൊരു പ്രൊഫൈൽ കാണും, ഇതെൻ്റെ പഴയ ഫ്രണ്ട് അല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണക്ഷൻ കാണുമായിരിക്കും, അവർ ചിലപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് വളരെ നാച്ചുറലി സംഭവിച്ചു വരുന്നൊരു കാര്യമാണ്. ഒരു ഘട്ടം കഴിയുന്ന സമയത്താണ് ഇത് കൈവിട്ട് പോകുന്നത് അല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലോയൽറ്റി, ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ കുടുംബജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. കാരണം ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 5-10 മിനിറ്റിൻ്റെ പ്ലഷർ എന്ന് പറയുന്ന സാധനം നശിപ്പിക്കുന്നത് ഒരു എൻറ്റയർ ലൈഫാണ് അല്ലേ? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവിതം, നിങ്ങളുടെ മക്കളുടെ ജീവിതം, ഇതെല്ലാം ആലോചിക്കാണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മറ്റു പുരുഷൻ്റെ അയാൾക്കൊരു ഭാര്യ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? അവർ ചിലപ്പോൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കും, അവർ ആ ഹസ്ബൻഡിനെ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന മഹാപാപം കൂടി കാണുമല്ലോ, മനസ്സിലായില്ലേ? സ്പിരിച്വൽ ലെവലിൽ ഇതൊരു കാലത്തും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ട് നിങ്ങൾ തകർക്കുന്ന എത്രത്തോ കുടുംബങ്ങൾ, എത്രയോ മക്കൾ അല്ലേ, അവരുടെ എത്രയോ തലമുറകൾ ഇതിങ്ങനെ അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടി വെക്കുന്നതെന്നും കൂടെ ഉള്ള ചിന്താഗതി ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാർക്ക് അവരുടെ ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഇമോഷണൽ വൾനറബിലിറ്റി എന്ന് പറയുന്ന സാധനം വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സേഫ് സ്പേസ് അവർക്ക് വേണം. അവർ ജഡ്ജ് ചെയ്യപ്പെടരുത്. അവർക്ക് ആ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ കേൾക്കാൻ ഒരാൾ വേണം. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഓൾ സെഡ് ആൻഡ് ഡൺ ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ കൂടി ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ വി ആർ ഓൾ ഹാപ്പി, എവറിത്തിങ് വാസ് ഗുഡ്, എന്നിട്ടും എൻ്റെ വീട്ടിൽ സംഭവിച്ചു. അതിന് നമുക്ക് ആകെ കുറ്റം പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമില്ലായ്മ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ബോധത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ്, മനസ്സിലായില്ലേ? എല്ലാം എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഭാര്യ എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യത്തിലും എനിക്ക് സ്പേസ് തരുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു സ്ത്രീയെ കാണുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഓക്കെ അതും കൂടി ആകാം. ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ബോധത്തിൻ്റെ പ്രശ്നമാണ്. ഈ ബോധമില്ലായ്മയ്ക്ക് നമുക്കൊരു മരുന്നില്ല, മനസ്സിലായില്ലേ? ബട്ട് ഫോർ യുവർ ക്വസ്റ്റ്യൻ വാട്ട് ഐ എം സേയിങ് യെസ്, ഓഫ് കോഴ്സ് യെസ്, സ്ത്രീകൾക്ക് വളരെയധികം ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. പുരുഷന്മാർക്ക് വേണ്ടത് അവരെ കേൾക്കാനും അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അവരുടെ ടെൻഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും എല്ലാം ഉള്ള അവർക്കൊരു സേഫ് സ്പേസ്. അവർക്കും ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ ഒരു പളുങ്ക് പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഒരു കുടുംബം നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മിനിമം ബോധം ഭാര്യ ഭർത്താക്കന്മാരെടുക്കുക, മക്കൾക്കായിട്ട് സേഫ് സ്പേസ് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ തിങ്സ് ആർ ഗോയിങ് ടു ബി ഫൈൻ. ഈ മക്കളെ കുഞ്ഞിലെ തൊട്ട് ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക, ഗേൾസ് ആണെങ്കിൽ ബോയ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അത് ഭാവി ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യത്തില്ലേ? കറക്റ്റ്. ഐ ഫോർഗോട്ട് ടു സേ അബൌട്ട് ദാറ്റ്. നമ്മൾ ഈ ടീനേജ് മക്കളെ നമ്മൾ വളർത്തുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദിസ് ഇസ് ഓൺലി. ഇപ്പോൾ ഒരു ആൺകുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത്, ഒരു ആൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അമ്മ എന്ന് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരാണ് കൂടുതലും മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത്, അവരെ നേർവഴിക്ക് നടത്തുന്നതിലുള്ളൊരു പ്രധാന പങ്ക് എന്ന് പറയുന്ന അമ്മമാർക്കാണ്. പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പോൾ ഇന്നൊരു കുട്ടിയുമായിട്ട് ചിലപ്പോൾ ഒരു ഫ്ലേർട്ട് ചെയ്യും അല്ലേ, കുറച്ച് ദിവസം ഫ്ലേർട്ട് ചെയ്യും, ചിലപ്പോൾ അത് കഴിയുമ്പോൾ നീ ഒരു ബ്രേക്കപ്പ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ നീ റോഡിൽ കാണുന്ന ഒരു കുട്ടിയെ ഒന്ന് കമൻറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ മാത്രമല്ല അത് ബാധിക്കുന്ന, ആ പെൺകുട്ടിയുടെ ചുറ്റും ഒരു കുടുംബം കൂടെ ഉണ്ട്. ആ ഫുൾ
കുടുംബത്തിനെയാണ് നീ വേദനിപ്പിക്കുന്നത്, നീ മനസ്സിലാക്കുക. ഈ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പെൺകുട്ടി മറ്റൊരു വീട്ടിൽ അവർ പൊന്നു പോലെ വളർത്തുന്ന ഒരു മകളായിരിക്കും, അല്ലെ, അവരുടെ ഒരു പൊന്നു മോളായിരിക്കും. ആ കുട്ടിയെ വേദനിപ്പിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. നിന്റെ ഒരു കുറച്ച് നേരത്തെ ഒരു എന്തെങ്കിലും തമാശയ്ക്ക് വേണ്ടി നീ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു ഫുൾ കുടുംബത്തെ ആയിരിക്കും ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുഞ്ഞുനാൾ തൊട്ടേ തന്നെ ഓക്കെ, നിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണോ, നീ അവളെ കാര്യമായിട്ട് കെയർ ചെയ്യുക. നല്ല രീതിയിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഒരു ഹെൽപ്പിന് വേണ്ടി വന്ന് ചോദിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്ട് വിമൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നന്നായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തിരിച്ചും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്ത് പലരും ഫെമിനിസത്തിനെ ഭയങ്കരമായിട്ട് ഓക്കെ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല, ഞാൻ ഭയങ്കര അത് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ശരിയായിരിക്കാം, ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാത്തിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം എന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ്? പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യുന്നത് കുഞ്ഞുനാളിലോട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മക്കൾ റെസ്പെക്റ്റ് അറിഞ്ഞ് തന്നെ വളരണം. അതോടൊപ്പം തന്നെ കൂടെ പഠിക്കുന്ന നമ്മുടെ ആൺകുട്ടികളെയും നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ആവശ്യമില്ലാത്ത വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുക, മോശമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക, സംസാരിക്കുന്നതൊന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ വളരുന്ന മക്കൾ നാളെ ഒരു കുടുംബത്തിൽ കയറി ചെല്ലുന്ന സമയത്ത് അവർക്ക് അറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇമോഷണൽ സേഫ്റ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഹീറ്റഡ് മൊമെൻറ്റിൽ അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു മകള് ആ റെസ്പെക്റ്റിലൂടെയാണ് പഠിച്ചു വരുന്നത്. കറക്റ്റ്. അപ്പം ആ ചെറിയ പ്രായം തൊട്ട് നമ്മളിത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുടുംബജീവിതത്തിൽ. അപ്പം അത് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ദിവസം മോളെ ഇന്നോട്ട് നീ പറ്റത്തില്ല, ആ കുട്ടിക്ക് അത് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും കിട്ടത്തില്ല. അത് കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ആ കുട്ടിയിൽ അത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും പല കൾച്ചറൽസിലും ഈ ഡാൻസിനെ പല രീതിയിലാണ് കാണുന്നത്. ചിലർക്കത് എൻ്റർടൈൻമെൻ്റാണ്, ചിലർക്കത് ടാബു ആണ്, ചിലർക്കതൊരു റിലീജിയസ് സാധനമാണ്. ലൈക്ക് ഇപ്പോൾ നാട്യശാസ്ത്രം അങ്ങനത്തെ പല സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളിൽ ഈ ഒരു നമ്മുടെ ഡാൻസ് തെറാപ്പി പോലുള്ള സാധനങ്ങൾ പല കാഴ്ചപ്പാട് വരുന്ന പേഷ്യൻസ് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇതെങ്ങനെ വർക്കാവും? അവർക്ക് ഇപ്പോൾ മൂവ്മെൻറ്റ് സാധ്യമാണോ നമ്മൾ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പല കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഭയങ്കരമാണ് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്ന സമയത്ത്. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സും ഒന്നും അവർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾ സൂംബയുടെ ചില കാര്യങ്ങൾ കേട്ടു. അപ്പോൾ അതിനകത്ത് ഡ്രസ് കോഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് പറഞ്ഞ പോലെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇത് ആരുടെയും തെറ്റല്ല, ഇത് ഓരോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് പറ്റുമോ? ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ DJ പാർട്ടി അല്ല, ഡാൻസ് അല്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇതൊരു തെറപ്പിയാണ്, മനസ്സിലായില്ലേ? ബട്ട് ഇതിനകത്ത് അഫ്കോഴ്സ് ഇതിനകത്ത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം മൂവ്മെൻറ്റ്സ് ഇവർ ചെയ്താൽ മാത്രമേ ഇവരുടെ ഇമോഷൻസ് റിലീസ് ആവത്തുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ആർ യു റെഡി ടു മൂവ്? ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യും, ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ, ഇപ്പം ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് തിങ്, പാർട്ട്ണർ ഒന്ന് ടച്ച് ചെയ്തൊക്കെ ടച്ച് ഓക്കെ ആണോ, ഇതെല്ലാം നമ്മൾ ആദ്യമേ ചോദിക്കും. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു തെറപ്പിയിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാറുള്ളൂ. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെത്തിൻ്റെ പോലെ തന്നെ ഒരു വെഡ്ഡിങ് സെറമണിയിൽ ഡാൻസ് ചെയ്യാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവലിൽ ഡാൻസ് ചെയ്യാറുണ്ട്, സീസണൽ ആയിട്ടുള്ള ഡാൻസുകൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൾച്ചറിൻ്റെ ഭാഗമാണ്. ടാബു ആയിട്ട് വിചാരിക്കുന്നത് അതും ചില കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ് ആണ്. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് അത് പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് ഈസ് ഫോർ എവ്രിബഡി. മൂവ്മെൻറ്റിലൂടെ വരുന്ന ഹീലിംഗ് ഈസ് ഫോർ എവ്രിബഡി. then it's their choice, മനസ്സിലായില്ലേ? if they want to come and do it or not, that's their choice. എല്ലാം പോലെ തന്നെ ഇപ്പോൾ കൗൺസിലിങ്ങിന് വരണോ, ദാറ്റ് ഈസ് യുവർ ചോയ്സ് എന്ന് പറയുന്ന പോലെ യോഗ ചെയ്യണോ, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്, നമ്മൾ മൂവ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് റിതമിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ പാട്ടിട്ടുകൊണ്ട് റിതമിൽ മൂവ്, കാരണം ADHD പോലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു റിതം സെൻസ് ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ആ ഒരു റിതമിക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇഫ് ദേ ആർ ഓക്കെ only they can come and do it. ADHD പോലുള്ള ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിക്സിങ് അല്ല, അവർക്ക് കുറേയൊക്കെ റിജിഡ് ആയിരിക്കും, കുട്ടികൾ ഭയങ്കര റിജിഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അവർക്ക് മൂവ്മെൻറ്റ് റെപ്പറ്റുവ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, റേഞ്ച് ഓഫ് മോഷൻസ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് കിട്ടും. അവർക്ക് സ്പേസ് അവയർനെസ് നമ്മൾ ശരിയാക്കി കൊടുക്കും. പിന്നെ വെച്ചാൽ ബോഡി മൈൻഡ് കോർഡിനേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. പിന്നെ മെമ്മറിയുടെ കുറേ കാര്യങ്ങൾ നമ്മളതിനകത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെമ്മറി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ കുട്ടി കുറച്ചും കൂടി ഇപ്പം കംപ്ലീറ്റ് ഹീലിംഗ് എന്ന് പറയുന്നില്ലെങ്കിലും കുട്ടിയെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ട് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറെ സംഭവമാണ് ഈ സ്റ്റേജ് ഫിയർ പോലുള്ള കാര്യങ്ങളില്ലേ,
അപ്പോൾ അതുപോലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിനോട് കൂടിയാണ് ഈ പറയുന്ന ഒരു തെറാപ്പി നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആണോ, ഞാൻ ശരിയാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ വരാറുണ്ട്. അപ്പം ഇതിനെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? ഇത് കാണുന്ന കാര്യമാണ്, ഞങ്ങൾ ഡെയിലി കാണുന്ന കാര്യമാണ്. ആദ്യം ഒരു ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഷൈ ആയിരിക്കും. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തില്ല, പരസ്പരം മിണ്ടത്തില്ല, എല്ലാവരും മാറി മാറിയൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ എൻഡ് ഓഫ് ദി സെഷൻ അവരിങ്ങനെ അടിച്ചു പൊളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് കൈയൊക്കെ കൊടുത്ത് ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം അങ്ങനെ ആയിത്തീരും. ദാറ്റ് ഇസ് ദ കണക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി. ഇവർ ഭയങ്കര കണക്ഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മിററിംഗ് പോലത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറെ നോക്കി നിന്നിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി നമ്മുടെ മൂവ്മെൻറ്റിനെ അതുപോലെ കോപ്പി ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇമോഷൻസ് ആ വ്യക്തി കാണിച്ചു തരാണ്. സോ എൻ്റെ ഇമോഷൻസ് ആർ കമ്മിങ് ഔട്ട് ത്രൂ ദ അതർ പേഴ്സൺ. കണക്ഷൻസ് അവിടെ നടക്കുകയാണ്. അതിനുശേഷം റിഫ്ലക്ഷൻ ഉണ്ട്. ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും, ഇന്നതാണ് ഇന്ന് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പല ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. ബലൂൺ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ ബലൂൺ ആകാശത്തേക്ക് പറത്തി വിട്ടിട്ട് ഇപ്പം ഹെഡ് കൊണ്ട് ആദ്യം തട്ടാൻ പറയുക, പിന്നെ കൈ കൊണ്ട് തട്ടാൻ പറയുക, ഷോൾഡർ കൊണ്ട് തട്ടാൻ പറയുക. അപ്പോൾ മൂവ്മെൻറ്റ് നമ്മൾ വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പിലാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം രസമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, സംസാരിക്കുന്നു. ഈ തുടക്കത്തിലുള്ള ആ ഒരു ഷൈനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവരൊരു ഫാമിലി പോലെ ആയിട്ട് ആ ഗ്രൂപ്പ് കണക്ഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ വേറൊരു കാര്യത്തിലോട്ട് പോവാണ്. ഈ വ്യക്തി ഒരു ക്രൗഡിനെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യും? കാരണം ഇങ്ങനൊരു സംഭവത്തിൽ വന്ന് നമ്മൾക്ക് ആ ഒരു ഹെസിറ്റേഷൻ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാമല്ലോ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളൊരു. പിന്നെ ഇതിനകത്ത് കോൺഫിഡൻസ് ഒരു വലിയ ഘടകമാണ്. നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ളവർ എന്നെ എങ്ങനെ ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവർക്ക് ആദ്യം കുറച്ച് നേരം ഉണ്ടാവും. പക്ഷേ നമ്മൾ അവരെ അതിങ്ങനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത്, ചിലപ്പം ചില ആൾക്കാർക്ക് വെച്ചാൽ ആങ്കർ റിലീസിങ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആദ്യം അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൺസ് ദേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, ദേ വിൽ, ദാറ്റ് ഈസ് എ പവർ ഓഫ് മൂവ്മെൻറ്റ്. ഒരു പ്രാവശ്യം നമ്മുടെ ബോഡി മൂവ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ അതങ്ങനെ അങ്ങ് പോവും. പിന്നെ ഹെസിറ്റേഷൻസ് ഒക്കെ അവിടെ അങ്ങ് പോവുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് നാൾ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്ന സമയത്ത് അയാൾക്ക് അത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. ബിക്കോസ് ഹി ഈസ് യൂസ്ഡ് ടു ലിറ്റിൽ ബിറ്റ് ഓഫ് തിങ്സ് അല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിക്ക് അറിയാം. ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ നിൽക്കണം, ഗ്രൂപ്പിൽ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ആൾക്കാർ എന്നെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെല്ലാം അവിടെ ചെയ്തു, എന്നെ കൊണ്ട് ഒരു ചെയ്യിപ്പിച്ചു. സോ ആ ഒരു ഭയങ്കര ഒരു ഷൈനസ് ഒക്കെ അവിടെ കുറയുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പം ദാറ്റ് വിൽ ഹെൽപ്പ്. ഈ കണക്ഷൻ്റെ കാര്യം പറയുമ്പോൾ കണക്ഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഏജ് ഈ പ്രായമായവർ. അവർ ഒറ്റപ്പെടലിൽ കൂടെ പെടുന്നുണ്ട്, മക്കൾ നോക്കുന്നില്ല, ലൈക്ക് ഇനി എൻ്റെ ജീവിതം എന്താണ് എന്നൊക്കെ നോക്കി നിൽക്കുന്നവർക്ക് അവർക്ക് ഈ കണക്ഷൻ എങ്ങനെ ഹെൽപ്പ് ആക്കാൻ പറ്റും? അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരെ എന്തായാലും നമ്മൾ ഗ്രൂപ്പ് സെറ്റിങ്ങിൽ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരൊക്കെ വരുന്ന സമയത്ത് ഗ്രൂപ്പ് സെറ്റിങ്ങിനകത്താണ്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പ്രായമാവുന്ന സമയം വരെയും അവർ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് അല്ലേ. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഗസ്റ്റ് വരുമ്പോൾ അവരെ നന്നായിട്ട് വിളിച്ചുകൊണ്ടിരുത്തുന്നു, അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, നല്ലൊരു ഹോസ്റ്റ് ആവുന്നു. ഇതെല്ലാം അവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുന്നത്. അവരെ മാറ്റിയിരുത്തേണ്ടവരല്ല. അവർ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ പറയും അവിടെ പോയിരിക്കുക, ഗസ്റ്റ് വരുന്നുണ്ട്, അങ്ങോട്ട് മാറിയിരുന്നോ, അവിടെ പോയിരിക്കുക. അവരിങ്ങനെ നോക്കിയിരിക്കും. അവർ കുറച്ച് നാൾ മുമ്പ് വരെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്നു. ഇവരെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ എടുത്തുന്നു. ദിസ് ഇസ് സോ ബാഡ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലാത്ത സാഹചര്യമാണോ, ടേക്ക് ദം ടു ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി. നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൊണ്ടുവരിക. നമ്മൾ അവരെ ഗ്രൂപ്പിലാണ് ഇടുന്നത്. ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ്. പക്ഷേ മേ ബി ഒരു 1 വീക്കൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ ആ ഒരു ഗ്രൂപ്പിലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ സന്തോഷം. ഇപ്പോൾ ഗ്രൂപ്പ് യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സമയം കഴിയുമ്പോൾ ഒരുമിച്ച് ഇവരെ ചെയ്യാൻ പഠിക്കില്ല. അതിനെക്കാട്ടിലും ഫണ്ടാണ് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിൽ. നമ്മൾ ഈ മ്യൂസിക് കൂടെ ഇട്ടിട്ട് ഇവർക്ക് കുറേ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇവർ മിക്സഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കാറ്റർ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ഉള്ളിലെ സന്തോഷം നല്ല രീതിയിൽ വർദ്ധിക്കും. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ, എനിക്ക് ഇത്ര പ്രായമായി പോയി എന്നുള്ളൊരു വേദനയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിക്ക് പറ്റും. അപ്പോൾ അത് ചെയ്യിപ്പിച്ചിട്ട് അവരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ ലൈഫും കൂടും അല്ലേ, അവരുടെ ഒരു സന്തോഷം വർദ്ധിക്കും. അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് വീട്ടിൽ വന്നിട്ട് ചുമ്മാ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ദേ വിൽ ബി ഹാപ്പി ഫോർ ദ നെക്സ്റ്റ് ഡേ സെഷൻ അല്ലേ. അടുത്ത സെഷൻ എന്നെ എപ്പോഴാണ് കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ
അത്ര രസമായിട്ട് നമുക്ക് അവരെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സെഷൻ സഹായിക്കും. ഇപ്പം ഇങ്ങനെയുള്ള തെറാപ്പീസ് ഇപ്പം ഇന്ത്യയിൽ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ ഒക്കെ വരുന്നുണ്ടോ, അവൈലബിൾ ആണോ, അത് കേരളത്തിൽ അവൈലബിൾ ആണോ? എൻ്റെ അറിവിൽ ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ ചില ഹോസ്പിറ്റൽസിലെല്ലാം ഇതിപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഭാഗമായിട്ട് തന്നെ ഇതിപ്പോൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് എനിക്ക് തോന്നുന്നു വലിയ ഇതെല്ലാമായിട്ട് അങ്ങോട്ട് ആയിട്ടില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ കുറച്ച് പേര് ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേരളത്തിൽ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് NGOസിലും കുറേ ഹെൽത്ത് കെയർ സെറ്റപ്സിലും ഹോസ്പിറ്റൽസിലും എല്ലാം വി ഹാവ് ടു ഗോ ആൻഡ് നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി ഇതിൻ്റെ യൂസ് അറിഞ്ഞ മെറിൻ ചേസ് എന്ന് പറയുന്ന ഒരു മാമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരി ഷി വാസ് എ ഡാൻസ് ടീച്ചർ. പുള്ളിക്കാരിയുടെ അടുത്തെത്തിയ ചില കുട്ടികളിൽ നിന്ന് പുള്ളിക്കാരി മനസ്സിലാക്കി ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സിൽ സൈക്കോ തെറപ്യൂട്ടിക് അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മെറിൻ ചേസ് പുള്ളിക്കാരത്തിയാണ് ഇതിന് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു കോഴ്സായിട്ട് ഇതിന് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് അവിടെ ഇപ്പം എൻ്റെ ത്രിപുര കശ്യപ് മാം, ഞാൻ മാമിൻ്റെ കീഴിൽ ഡയറക്റ്റായിട്ട് പഠിക്കാനൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ഈ കോഴ്സ് ചെയ്യുന്ന ഞങ്ങൾ ഇത്രയും പേര്. അപ്പം മാമാണ് അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സിംടായ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ കുറച്ച് പേരെല്ലാം പല പല സെൻറ്റേഴ്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ, ഡൽഹിയിലൊക്കെ ചില ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് NGOസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ്സിലും ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി കേരളത്തിലേക്ക് വി ഹാവ് ടു ബ്രിങ് ഇറ്റ്. കുറേ പേര് ഇനിയിപ്പം ഒരുപാടൊന്നും ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടില്ല ഇത്. ബട്ട് തീർച്ചയായിട്ടും ഇപ്പം ഞാനിതൊരു പാഷൻ എൻ്റെ ലൈഫിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു ഹീലിംഗ് ജേർണിയിലുള്ള ആളല്ല. ഇപ്പം എനിക്ക് എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ആക്ടിങ്, ഡാൻസ്, എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫുണ്ട്. ഞാൻ പക്ഷേ ഇപ്പം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം വെച്ചാൽ ഞാനിതിലേക്കായി. ഇപ്പോൾ കൂടുതലായിട്ടും എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും ഹീലിങ്ങിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാനതാണ് പഠിക്കുന്നത്, ഞാനതാണ് ചെയ്യുന്നത്. സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് റിഗാർഡിങ് ഹീലിംഗ്. പക്ഷേ ഇതെൻ്റെ പാഷനാണ്, മനസ്സിലായില്ലേ? എൻ്റെ വേറെയും കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. ഞാനൊരു എന്താ പറയുന്നത്, ഒരു സ്വസ്തി പോലൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ഖത്തറിൽ. ഓൺട്രപ്രണറാണ്. അപ്പം എല്ലാ മേഖലയും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഇതിൽ ഐ വോണ്ട് ടു ബ്രിങ് ദിസ് ടു കേരള. എനിക്ക് പറഞ്ഞ പോലെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ എനിക്കിത് ചെയ്യണം. ഒന്നും ബെനിഫിറ്റ് വിചാരിച്ചിട്ടല്ല, ബട്ട് ഐ വോണ്ട് ടു സീ ഹാപ്പി ഫേസസ് അറൗണ്ട് മീ. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് ഐ വോണ്ട് ടു ഡൂ ദിസ് എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു പുതിയൊരു തെറാപ്പിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഹീലിങ്ങിൻ്റെ മറ്റൊരു മെത്തേഡാണ്. നമുക്കെല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ. താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിങ് മീ ഓവർ. ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കംപ്ലീറ്റ് ഹീലർ അല്ല, ബട്ട് ഐ എം ഇൻ ടു ദിസ് പാത്ത് ആൻഡ് ഐ എം സീയിങ് ലോട്ട് ഓഫ് തിങ്സ് ഡെയിലി. ഒരുപാട് കാര്യങ്ങൾ, ബിക്കോസ് ഐ എം ഗോയിങ് ടു NGOs ഫോർ ദിസ് വോളണ്ടിയർഷിപ്പ് ആൻഡ് എവറിത്തിങ്. ഒരുപാട് കാര്യങ്ങൾ ഡെയിലി കാണുന്നുണ്ട്. എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സ്പേസ് ഫോർ മീ ടു കം സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ. താങ്ക് യു.